ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഫാൽക്കണസ് PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരാനിരിക്കുന്ന ഡിഗ്രി മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള മാത്സ് ആൻഡ് മെന്റാലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തുക. റീസെന്റ് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് എല്ലാവരും ചേർത്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, നമുക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച്, എനിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതും നിങ്ങൾക്ക് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് പലരും ഡൗട്ടായിട്ടുള്ളതുമായിട്ട് ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുക. നമുക്ക് നിങ്ങളെ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നാൽ മതി. സംഭവം കറക്റ്റാക്കി തരുന്നതായിട്ട് ഞാൻ ഏറ്റു. നിങ്ങളപ്പം പറയുമ്പോൾ ഓരോ നോട്ട്സ് എഴുതി കറക്റ്റ് ചെയ്ത് പോവുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതിന് നമ്മൾ എക്സ്പ്ലനേഷൻ ഒന്ന് വീഡിയോ ആയിട്ട് തന്നെയോ അല്ലെങ്കിൽ നമ്മൾ കമൻറ്റിലോ തന്നിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതുണ്ടോ? ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. 85 ഇൻറ്റു 87 ഇൻറ്റു 89 ഇൻറ്റു 91 ഇൻറ്റു 95 ഇൻറ്റു 96 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്രയാണ്? ഇനി നമ്മൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? കഴിഞ്ഞ ഡിഗ്രി ലെവൽസ് പ്രിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. നമ്മൾ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്രയും കൂടെ ഗുണിച്ചു വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ്. ഇത്രയും സംഖ്യകളോട് ഗുണിച്ചിട്ട് ആ കിട്ടുന്ന ഉത്തരത്തെ നമ്മൾ 100 കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നത് വളരെ സമയം എടുക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. ഈ സംഖ്യയെ ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ, ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കണമെങ്കിൽ, പൂർണ്ണമായി ഹരിക്കണമെങ്കിൽ, ഹരിക്കുമ്പോൾ അവിടെ ശിഷ്ടം 0. പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം ശിഷ്ടം 0 എന്നാണ് അർത്ഥം. പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയാൽ ശിഷ്ടം 0. ഒരു സംഖ്യയെ പൂർണ്ണമായും 100 വെച്ച് ഹരിക്കാൻ പറ്റുമെങ്കിൽ അതിന്റെ അവസാനത്തെ 2 അക്കങ്ങൾ 0 ആയിരിക്കണം. അവസാനത്തെ 2 അക്കങ്ങൾ മിനിമം 2 അക്കം. 2 തൊട്ട് മേലോട്ട് എത്ര അക്കം വേണേലും വരാം. ഇപ്പൊ ഉദാഹരണം കണ്ടു നോക്കിയേ. 2500 നമുക്ക് എന്താ ചെയ്യാം? 100 വെച്ചരിക്കാം. 2 0 വെട്ടി. ഓക്കെ, 25 വെച്ച് 250 ഈ 2500 100 വെച്ചിരിക്കുമ്പോൾ 25 എന്ന് കിട്ടും. ശിഷ്ടം 0. ഓക്കെ ആണല്ലോ? ഇങ്ങനെ 2500 25,000 നിങ്ങൾ നോക്കിയേ. 100 വെച്ചരിക്കാം. 2 0 വെട്ടി. ആൻസർ എത്ര കിട്ടി? 250 കിട്ടും. ശിഷ്ടം ഇവിടെ 0 ആണ്. ശിഷ്ടം 0 ആണ്. ഓക്കെ ആണോ? കണ്ട ഈ ഒരു 4 0 കൊടുത്ത് 2,50,000. ഇനി നമ്മൾ 100 വെച്ചരിച്ച് 2 0 വിട്ടും 2,500 കിട്ടും. ശിഷ്ടം 0 ആയിരിക്കും. അപ്പൊ ഒരു സംഖ്യയെ 100 വെച്ച് ഹരിക്കാൻ പറ്റുമോ എന്ന് അറിയണമെങ്കിൽ അതിന്റെ അവസാനത്തെ 2 അക്കങ്ങൾ 0 ആയിരിക്കണം. അവസാനത്തെ 2 അക്കം മിനിമം 0 ആയിരിക്കണം. 2 പൂജ്യമെങ്കിലും ഉണ്ടായിരിക്കണം. 2-ലധികം എങ്ങോട്ട് എത്ര വേണേലും വരാം. അവസാനത്തെ 2 അക്കങ്ങൾ 0 ആയിരിക്കണം. 2-ൽ കൂടുതൽ ഇതേപോലെ 3, 4, 5 ഒക്കെ വരാം. പക്ഷെ ഒരു 0 വന്നാണ്ട് നോക്കേ. 250 100 വെച്ചരിച്ചേ പോയിന്റ് വരും. ഇപ്പോൾ ശിഷ്ടം എത്ര വരും എന്ന് വെച്ചാൽ 5 വരും ശിഷ്ടം. വേണ്ടേ 25-നെ 10 വെച്ചരിച്ചു. 100 10 വെച്ചരിക്കുമ്പോൾ വേണ്ടേ നമുക്കിവിടെ കിട്ടുന്നത് ഈ 5 10 ശിഷ്ടം 5 വരും. ഓക്കെ, ഇവിടെ 250 അല്ലാതെ 250 നമ്മളിവിടെ എത്ര വെച്ചരിച്ചു? 100 വെച്ചരിച്ചു. 100 വെച്ചരിക്കുമ്പോൾ 250 2 100 200 ഇവിടെ ശിഷ്ടം 50. കണ്ടാ ഇങ്ങനെ വരും. ശിഷ്ടം 50 10 വെച്ചരിക്കുകയാണെങ്കിൽ ഇങ്ങനെ 5. ഓക്കെ, ഇങ്ങനെ ഉത്തരം കിട്ടും. നമ്മുടെ ഹരണഫലം നോക്കിയുണ്ട്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ ഒരു സംഖ്യയെ 100 വെച്ച് ഹരിക്കണമെങ്കിൽ അവസാനം മിനിമം 2 പൂജ്യങ്ങളും ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു 0 വന്നപ്പോൾ ശിഷ്ടം വന്നു. പക്ഷെ 2 0 തൊട്ട് മേലോട്ട് എത്ര എഴുതിയിട്ട് നമുക്ക് ശിഷ്ടം വന്നില്ല. ആ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ഇത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. നമ്മളെങ്ങനാ ആ ട്രിക്ക് ഉപയോഗിച്ച് ഈ ട്രിക്ക് ഉപയോഗിച്ച് നമ്മൾ ഇത് എങ്ങനെയാണ് എളുപ്പം ചെയ്യുന്നത്? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഇതിനകത്ത് ഒരു 0 പറഞ്ഞ ഹരിക്കുമ്പോൾ അവസാനം ഒരു 0 അല്ലെങ്കിൽ ഗുണിക്കുമ്പോൾ അവസാനം ഒരു 0 വരണമെങ്കിൽ അതെന്തായിരിക്കണം? 10 കൊണ്ട് ഗുണിക്കുമ്പോൾ. ഇപ്പോൾ ഒരു സംഖ്യ ഉണ്ട്, ഒരു 0 വരുമെന്ന് വെച്ചാൽ അതിനെ 10 കൊണ്ടുണ്ട്. 25 ഗുണം 10 അല്ലേ 250. അവസാനം ഒരു 0 ഗുണിക്കുക വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 0 ഉള്ള സംഖ്യയെ 10 കൊണ്ട് ഗുണിക്കുക. 2 0 പറഞ്ഞെങ്കിലോ 25 ഇൻറ്റു 10 ഇൻറ്റു 10 25 ഇൻറ്റു 10 ഇൻറ്റു 10 എത്ര 2500. മനസ്സിലായോ? ഓക്കെ, ഇനി എന്താണ്ടല്ലോ അവസാനം 3 0 പറഞ്ഞെങ്കിലോ 25 ഇൻറ്റു 3 10 30 ഇൻറ്റു 10 ഇൻറ്റു 10. ഓക്കെ ആണല്ലോ? 25 3 0. അപ്പോൾ ഒരു സംഖ്യ ഗുണിക്കുമ്പോൾ അവസാനം
ഒരു പൂജ്യമാണ് വരണമെങ്കിൽ അതിന്റെ അർത്ഥം അതിനെ 10 കൊണ്ട് ഗുണിക്കണം. 2 പൂജ്യമാണ് വരണമെങ്കിൽ 2 10 കൊണ്ട് ഗുണിക്കണം. 3 പൂജ്യമാണ് വരണമെങ്കിൽ 3 10 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പൊ എത്ര പൂജ്യം പറഞ്ഞോ അത്രയും 10 കൊണ്ട് വേണം നമ്മൾ അതിനെ ഗുണിക്കാൻ. ഓക്കെ ആണല്ലോ, ഇത്രയും ക്ലിയർ ആണേ? ഓക്കെ, നമ്മൾ ഇനി ഫസ്റ്റ് ഇതാണ്ട് ഈ ക്വസ്റ്റ്യൻസിനകത്ത് ഒരു സംഖ്യയെ 100 വെച്ച് ഹരിക്കണമെങ്കിൽ, ഒരു സംഖ്യയെ 100 വെച്ച് ഹരിക്കാൻ പറ്റുമെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ 0 ആയിരിക്കണം. 100 കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ അവസാനത്തെ 2 അക്കങ്ങൾ എന്തായിരിക്കണം? 0 ആയിരിക്കണം. മിനിമം 2 അക്കം, 2 0 ഉണ്ടായിരിക്കണം. പിന്നെ 2-ലധികം എത്ര വേണേലും വരാം. അപ്പൊ ഇതിന് അവസാനം ഇത് ഗുണിച്ചു വരുമ്പോൾ അവസാനം എത്ര പൂജ്യങ്ങൾ വരും എന്നറിയാൻ ഇതിനെ എത്ര പ്രാവശ്യം 10 കൊണ്ട് ഗുണിക്കുന്നുണ്ട് എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ 10 തൊട്ട് ഗുണിക്കണമെങ്കിൽ ഒരു സംഖ്യയെ 10 തൊട്ട് ഗുണിക്കുക എന്ന് വെച്ചാൽ കണ്ടേ 5 ഗുണം 2 ആണ് 10. 5 ഗുണം 2 ആണ് 10 എന്ന് വെച്ചാൽ ഒരു 5ഉം ഒരു 2 ഉണ്ടെങ്കിൽ ഒരു 10 കിട്ടും. ഇനി ഉണ്ടേ 2 പ്രാവശ്യം 5 ഉണ്ടെങ്കിലോ, 2 പ്രാവശ്യം 5ഉം 2 പ്രാവശ്യം 2 ഉണ്ടെങ്കിൽ എത്ര കിട്ടും? ഒരു 5 ഒരു 2 കൂടെ ഗുണിക്കുമ്പോൾ ഇവിടെ 10 കിട്ടും. ഇൻറ്റു ഒരു 5 ഒരു 2 കൂടെ ഗുണിക്കുമ്പോൾ വീണ്ടും 10 കിട്ടും. മനസ്സിലായല്ലോ? എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം 5ഉം ഒരു പ്രാവശ്യം 2 ഉണ്ടെങ്കിൽ ഒരു 10 കിട്ടും. എന്ന് വെച്ചാൽ ഒരു 2ന്റെയും 5ഉം കൂടെ ചേരുന്ന ഒരു ജോഡിക്ക് 10. ഒരു 2 ഒരു 5 കൂടെ ചേർന്നാൽ മതി, നമുക്ക് അവിടെ 10 കിട്ടും. ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത് നമുക്ക് ഇത്ര പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലാക്കി നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇനി പറഞ്ഞു തരുന്നത്. അപ്പൊ എന്താണ്? ഒരു 2ഉം ഒരു 5ഉം ഉണ്ടെങ്കിൽ ഒരു 0 കിട്ടും. എന്ന് വെച്ചാൽ ഒരു 2 ഒരു 5 കൂടെ ഗുണിച്ചാൽ 10 എന്നിട്ട് ഒരു 0 കിട്ടും. അപ്പോൾ നമുക്ക് നോക്കണം ഇതിനകത്ത് എത്ര പ്രാവശ്യം 5 ഉണ്ട്, എത്ര പ്രാവശ്യം 2 ഉണ്ടെന്ന് നോക്കണം. അതിനെ എത്ര ജോഡിയാക്കാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ആണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. ഇവിടെ ഒരു സംഖ്യയെ 5 വെച്ച് ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ, ഒരു സംഖ്യയെ 5 വെച്ച് ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ അതിന്റെ അവസാനത്തെ അക്കം 0 5 ആയിരിക്കണം. ഒരു സംഖ്യ 5 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അതിന്റെ അവസാനത്തെ അക്കം 0 5 കേട്ടോ. നോക്കി ഇവിടെ അവസാനത്തെ അക്കം 5ആണ്. ഇവിടുത്തെ അവസാനത്തെ അക്കം എന്ന് വെച്ചാൽ നോക്കി 5 ആണ്. അപ്പൊ 85-നകത്ത് 5 ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? 85-നെ നമുക്ക് എത്ര 5 വെച്ച് ഹരിക്കാം? 17 5 85. 17 5 85. ഓക്കെ, 17. അപ്പൊ 17 ഇൻറ്റു 5 ആണല്ലോ. 17 ഇൻറ്റു 5 ആണ് 85. ഓക്കെ, 17 ഇൻറ്റു 5. അപ്പൊ ഇതിനകത്ത് ഒരു 5 ഉണ്ട്, ഒരു പ്രാവശ്യം 5 ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ. 17 ഇൻറ്റു 5 ആണ് 85. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ 5 വരുന്ന സാധനം ഏതാണ്ട് ഇതിന്റെ അവസാനത്തെ ഒക്കെ 7, ഇവിടെ 9, 1 5 ആണ് 6 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു ഒരു സംഖ്യയെ 5 വെച്ച് ഹരിക്കാൻ പറ്റുമോ എന്നറിയാൻ അവസാനത്തെ അക്കം ഒന്നീ 0 ആയിരിക്കണം, അല്ലെ 5 ആയിരിക്കണം. അവസാനത്തെ അക്കം ഒരു 0 ആയിരിക്കണം, അല്ലെ 5. അപ്പൊ അവിടെ അവസാനത്തെ അക്കം 0 ഒന്നും 5 ഉള്ളതാണ്ട് ഒരെണ്ണോടെ 1, 5 ഒരെണ്ണോടെ 1. ഓക്കെ, അപ്പൊ എന്താണ് ഈ 95 നമുക്ക് എത്ര വെച്ചരിക്കാം? 5 വെച്ച് ഹരിക്കാൻ 18 5 ആണ് 90. 18 5 90. ഓക്കെ, എത്ര പ്രാവശ്യം വരും? ഒരു പ്രാവശ്യം വരത്തുള്ളൂ. ഓക്കെ, യെസ്, 18 5 90. വീണ്ടും നമുക്ക് എത്ര എഴുതാം? 2 വെച്ചരിക്കാം. 2 വെച്ചരിക്കുമ്പോൾ നമുക്ക് 95 19 5 18 19 5 19 5 95. 19 5 ആണ് 95. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താണ് 19 ഇൻറ്റു 5. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രാവശ്യം 5 ഉണ്ട്, ഇതിനകത്ത് ഒരു പ്രാവശ്യം 5 ഉണ്ട്, 5 പ്രാവശ്യം. ഓക്കെ, ഇതിനകത്ത് ഒരു 5 ഉണ്ട്, ഇതിനകത്ത് ഒരു 5 ഉണ്ട്. ഓക്കെ ആണല്ലോ. ഒരു 5 ഇതിനകത്ത് 2-നകത്തുണ്ട്. ഇനി അടുത്ത എത്ര? 2 നോക്കണം. 2 എങ്ങനെയാ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യയെ 2 വെച്ച് ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ അതിന്റെ അവസാനത്തെ അക്കം ഒന്നീ 0 ആയിരിക്കണം, അല്ലെ 2 4 6 8 ഏതെങ്കിലും വെച്ചാൽ ഇരട്ട സംഖ്യ ആയിരിക്കണം. 0 2 4 6 8 ഇതിൽ ഏതെങ്കിലും ഒരു സംഖ്യയാണ് വരുന്നതെങ്കിൽ ആ സംഖ്യയെ 2 വെച്ച് ഹരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടുത്തെ അവസാനത്തെ 7, ഇവിടെ 9, ഇവിടെ 1, പക്ഷെ ഇവിടെ 6 ഉണ്ട്, 6. അപ്പൊ ഇത് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 2 വെച്ച് ഹരിക്കാൻ പറ്റും, 2 വെച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതേപോലെ 96 എടുക്കാം. 96-നെ ഞാൻ ഫാക്ടറൈസ് ചെയ്യാം 2 വെച്ച്. ഓക്കെ, 4 2 8 8 2 16. വീണ്ടും 2 വെച്ച് 24. ഓക്കെ, 2 വെച്ച് 12, 2 വെച്ച് 6, 2 വെച്ച് 3. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 96-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പൊ ഇത് നമ്മൾ എന്താ 17 എന്താ 85 എന്ന് പറഞ്ഞാൽ 17 ഇൻറ്റു 5 ആണ്. ഓക്കെ, 95 എന്ന് പറഞ്ഞാൽ 19 ഇൻറ്റു 5 ആണ്. ഇനി എത്ര? 96-നെ നമുക്ക് എങ്ങനെ എഴുതാം? 96-നെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഓക്കെ ആണല്ലോ. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഇതാണ് 96 എന്ന് പറയുന്നത്.
ഓക്കെ ആണല്ലോ. യെസ്. അപ്പൊ എന്താ 85 17 × 5, 95 19 × 5, 96 2 × 2 × 2 × 2 × 2 × 3. ഇത്രയാണല്ലോ. ഇത്രയാണ് നമുക്ക് എഴുതിയേക്കുന്നത്. ഇനി അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ എത്ര പ്രാവശ്യം 5 ഉണ്ട്? 2 പ്രാവശ്യം 5 ഉണ്ട്. 5 രണ്ടെണ്ണം ഉണ്ട്. 5 രണ്ടെണ്ണം ഉണ്ട്. ഓക്കെ. ഇവിടെ 2 എത്ര എണ്ണം ഉണ്ട്? 1 2 1 2 3 4. 5 രണ്ടെണ്ണമാണ്. 5 5. ഇവിടെ 2 എത്ര? 1 2 3 4 5 എണ്ണം അല്ലേ? 2 ഇൻറ്റു ഓക്കെ 1 2 3 4 5 എണ്ണം. ഓക്കെ. യെസ്. നിങ്ങൾ നോക്കിയേ, 5 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2 എണ്ണം എത്ര ഉണ്ട്? എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഞാൻ പറഞ്ഞു ഒരു 2ഉം ഒരു 5ഉം കൂടെ, ഒരു 2ഉം ഒരു 5ഉം കൂടെ ഗുണിച്ചാലേ നമുക്ക് 10 കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് എന്താ, ഇവിടുന്ന് ഒരു ജോഡി എടുക്കാം. ഇതിനകത്ത് ഒരു 5ഉം ഇതിനകത്ത് ഒരു 2ഉം എടുക്കുക. ഈ ഒരു 5ഉം ഈ ഒരു 2 ഞാനൊരു ജോഡിയായിട്ട് എടുത്തു. ഓക്കെ ആണല്ലോ. അടുത്തത് ഈ ഒരു 5ഉം ഈ ഒരു 2ഉം അടുത്ത ജോഡി എടുത്തു. 5 ഇൻറ്റു അടുത്ത, അല്ലെങ്കിൽ 5 × 2 5 × 2. ഇങ്ങനെ 2 ജോഡിയേ ഉള്ളൂ. 2 ജോഡി. ഇവിടെ ഇനി ബാക്കി എത്ര ഉണ്ട്? ഒരു 5 2 ഓക്കെ. ഇനി 3 2 ബാലൻസ് ഉണ്ട്. 3 2 ബാലൻസ് ഉണ്ട് നമുക്ക്. ഈ 3 2 ബാലൻസ് ഉണ്ടെങ്കിലും അത് എടുക്കാൻ പറ്റത്തില്ല. കാരണം അതിനെ നമ്മൾ ജോഡിയാക്കണമെങ്കിൽ 5 കൊടുക്കണം. 2 2 കൂടെ ഗുണിച്ചാൽ ഒരിക്കലും 10 ആവത്തില്ല. 2 × 5 ആണ് 10. കാര്യം 2 5 ഉള്ളൂ. അത് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്താ, ഈ 2 × 5 2 × 5 എന്ന് വെച്ചാൽ 10 കിട്ടും. 2 × 5 10. ഇവിടെ എന്തുകൊണ്ട്? 5 × 2 10. ഓക്കെ. 2 10കൾ കിട്ടും. 2 10കൾ എന്ന് വെച്ചാൽ ഇതിന്റെ അവസാനം ഇത് ഗുണിക്കുമ്പോൾ, ഈ സംഖ്യകളെല്ലാം ഗുണിക്കുമ്പോൾ അവസാനം 2 0 വരും. 100 എന്ന് പറയുന്ന, അല്ലെങ്കിൽ 2 0 വരും. അവസാനം 100ന്റെ ഒരു മൾട്ടിപ്ലാട്ട് വരും. ഇത് ഗുണിച്ച് വരുമ്പോൾ അവസാനം 100 വരും. കാര്യം 2 0 സംഖ്യ, ഒരു 10 2 10. നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു 10, ഇവിടുന്ന് ഒരു 10 എടുക്കാം. 10 × 10 100 എടുക്കുക. ഈ 100നെ നമുക്ക് എന്ത് ചെയ്യണം? അവസാനം 2 0 വന്നാൽ, അവസാനം 2 0, ഈ 1 എഴുതിയാലും കുഴപ്പമില്ല. അവസാനം 2 0 വന്നാൽ, ഇവിടെ വേറെ സംഖ്യകളുണ്ട്, ഇങ്ങോട്ട് വേറെ സംഖ്യകളുണ്ട്. ഈ കിടക്കുന്ന ഗുണിച്ചെല്ലാം കൂടെ വരുമ്പോൾ അവസാനം 2 0 വരും. അവസാനം 2 0 വരുന്ന സംഖ്യയെ 100 വെച്ച് ഹരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചേക്കുന്നത്. 100 കൊണ്ട് ഹരിക്കും. അവസാനം 2 0 വന്നാൽ അതിനെ 100 വെച്ച് ഹരിക്കാൻ പറ്റും. 100 വെച്ച് ഹരിച്ചാൽ ശിഷ്ടം 0 ആയിരിക്കും. അടുത്ത ശിഷ്ടം എത്ര ആയിരിക്കണോ? 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ ആൻസർ എന്ന് പറഞ്ഞാൽ എ ഓപ്ഷൻ ആയിരിക്കും, 0 എന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഒന്നും കൂടെ ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. നമുക്ക് ഇങ്ങനൊരു സംഖ്യ തന്നിട്ട് ഇതിനെ 100 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ നമ്മൾ മൊത്തത്തിൽ ഗുണിക്കുകയൊന്നും വേണ്ട. ഒരു സംഖ്യ 100 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അവസാനത്തെ അക്കം 2 പൂജ്യങ്ങൾ ഉണ്ടായാൽ, മിനിമം 2 0, 2 3 4 എത്ര വേണമല്ലോ, അവസാനം 2 പൂജ്യങ്ങൾ വരുവാണെങ്കിൽ ആ സംഖ്യ 100 വെച്ച് ഹരിക്കാം. ഇപ്പൊ 100 വെച്ച് ഹരിക്കുമ്പോൾ 2 0 അവസാനം വരുമെന്ന് വെച്ചാൽ, ഒരു 0 വരുമെന്ന് വെച്ചാൽ ഒരു 10. 2 0 എന്ന് വെച്ചാൽ 2 10. അപ്പൊ ഒരു 10 എങ്ങനെ കിട്ടുന്നത്? 10 കിട്ടുന്നത് എങ്ങനെ വെച്ചാൽ 5ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് 10 കിട്ടുന്നത്. അടുത്ത 5ഉം 2ഉം കൂടെ ഗുണിക്കുമ്പോഴാണ് അടുത്തയും 10 കിട്ടുന്നത്. ക്ലിയർ ആവുന്നില്ല? അപ്പൊ ഇതിനകത്ത് എത്ര പ്രാവശ്യം 10 ഉണ്ട്? അവസാനത്തെ അക്കങ്ങൾ ഏതൊക്കെ വരും നോക്കാം. അവസാനം 2 0 കിട്ടിയാൽ നമുക്ക് ഓക്കെ, ഇതിനെ 100 വെച്ച് ഹരിക്കാൻ പറ്റും. കിട്ടിയില്ലെങ്കിൽ 100 വെച്ച് ഹരിക്കുമ്പോൾ ശിഷ്ടം വന്നിരിക്കും. അപ്പോൾ നോക്കാം, ശിഷ്ടം 100 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാം. അവസാനം 2 0 വരുമോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 5 2 ജോഡിയാക്കാം. 5 2 ജോഡി. അപ്പൊ എത്ര 5 ഉണ്ട്? വേണ്ട, ഒരു സംഖ്യ 5 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അവസാനത്തെ അക്കം 0 ഓ 5 ആയാൽ മതി. അപ്പൊ വേണ്ട, ഈ 85 അവസാനത്തെ അക്കം 0 ആണ്, അല്ല 5 ആണ്. അവസാനത്തൊക്കെ 5 ആണ്. അപ്പൊ 5 എന്ന് വെച്ചാൽ 85 5 വെച്ചിരിക്കുമ്പോൾ 17 5 ആണ് 85. അതിനകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? 5, ഒരു പ്രാവശ്യം. ഇനി 5 വരുന്നത് 95. 95 19 5 ആണ് 95. ഓക്കെ ആണല്ലോ. ഓക്കെ. അപ്പൊ 19 5 95 ആകുമ്പോൾ അതിനകത്ത് ഒരു പ്രാവശ്യം ഉണ്ട് 5. ഇനി എന്താ? ഇനി 2 നോക്കണം. ഒരു സംഖ്യ 2 വെച്ച് ഹരിക്കാൻ പറ്റുമെന്ന് അറിയാൻ അവസാനത്തെ അക്കം 0 2 4 6 8 ഇവ ഏതെങ്കിലും ആയിരിക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ 0 അല്ല, 2 അല്ല, 4 അല്ല, 6 അല്ല, 8 അല്ല, ഇവിടെ ഒന്നും ഇല്ല. ഓക്കെ, അതാ ഇവിടെ മാത്രം 6 1. അപ്പൊ ഈ 96-നകത്ത് മാത്രമേ 2 എടുക്കാൻ പറ്റത്തുള്ളൂ. ആ 96 നമ്മൾ ഫാക്ടറൈസ് ചെയ്തപ്പോൾ 2 × 2 × 2 4 5 പ്രാവശ്യം 2 വന്നു, ഒരു പ്രാവശ്യം 3 വന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ എന്തെടുത്തു? ഈ 2 5 അതിന് ഈ 5ന് ഇതിനകത്തൊന്ന് 2 ജോഡിയായിട്ട് കൊടുത്ത്, ഇതിനകത്ത് 5ന് ഒരു 2 ജോഡിയായിട്ട് കൊടുത്ത്, അപ്പൊ 5 × 2 10. ബാക്കി 3 2 ബാലൻസ് കിടപ്പുണ്ട്. പക്ഷെ എന്നെ ജോഡിയാക്കാൻ പറ്റത്തില്ല. കാരണം അതിന് 5 കൊടുക്കാൻ നമ്മുടെ ഇല്ല. ഓക്കെ, അത് വിട്ടേരാം.
ഇനി എന്താണ്? അപ്പൊ 2 0 അവസാനം. അപ്പൊ ഇങ്ങനെ കുറെ ഗുണിച്ചു വരും, അവസാനം 2 0 വരും. അവസാനം 2 0 വരുന്ന സംഖ്യയെ നമുക്ക് എന്ത് വെച്ചരിക്കാൻ പറ്റും? 100 വെച്ചരിക്കാൻ പറ്റും. അപ്പൊ ആ സംഖ്യ നമ്മൾ അവസാനം 2 0 വരുന്ന സംഖ്യയെ 100 വെച്ചരിക്കുമ്പോൾ ശിഷ്ടം 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ഈ സംഖ്യയെ ഹരിക്കുമ്പോൾ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരുമെന്ന് വെച്ചാൽ ആൻസർ 0 ആയിരിക്കും വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ് എങ്കിൽ കുപ്പിയുടെ വില എത്ര? അപ്പോൾ ഇത് PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങൾ നോക്കിയോണം. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയുണ്ട്. അതിൽ കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില ഉൾപ്പെടുന്നു. രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് വില എത്ര? 15 രൂപ എന്ന് പറയുന്നത് വില വരുന്നത്. എന്താ? കുപ്പിയുടെയും വെള്ളത്തിന്റെയും വില കൂട്ടുമ്പോഴാണ് 15 രൂപ. ഇനി എന്താണ്? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. അപ്പൊ വെള്ളത്തിനാണ് വില കൂടുതൽ. അതാണ് വെള്ളത്തിന് കുപ്പിയേക്കാൾ എത്ര രൂപ കൂടുതലാ? 12 രൂപ കൂടുതലാണ് എങ്കിൽ കുപ്പിയുടെ വില എത്ര? മനസ്സിലായല്ലോ? കുപ്പിയുടെ വില. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വളരെ സിമ്പിളാ. കുപ്പിയുടെ വില എത്ര ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോണം. ഇവിടെ വില കൂടിയ സാധനം കുപ്പിയാണോ വെള്ളമാണോ എന്ന് നോക്കണം. ഇവിടെ വില കൂടിയ സാധനം കുപ്പിയാണോ വെള്ളമാണോ നോക്കുക. വില കൂടിയ സാധനത്തിന്റെ വിലയാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതോ വില കുറഞ്ഞ സാധനത്തിന്റെ വിലയാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കാം. ഇത് PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം. ഇത് എക്സെക്യൂട്ട് ചെയ്യാനെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് ചെയ്യണം. നമ്മൾ 2 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യും, 2 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ വില കൂടിയ സാധനം വെള്ളമാണ്. നമുക്ക് വേണ്ടത് കുപ്പിയുടെ വില. അപ്പൊ കുപ്പിയുടെ വില നമുക്ക് കണ്ടേ. വില കൂടിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളമാണ്. വില കുറഞ്ഞ സാധനം കുപ്പിയാണ്. കുപ്പിയുടെ വിലയാണ് കണ്ടിരിക്കുന്നത്. കുപ്പിയുടെ വില എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന വെച്ചാൽ, വില കൂടിയ സാധനത്തിന്റെ വില കണ്ടുപിടിക്കണം എന്ന് നമ്മൾ ചോദിച്ചു എന്ന് വിചാരിച്ചു. അതോ വില കുറഞ്ഞ സാധനത്തിന്റെ വിലയാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. നമുക്ക് നോക്കാം. നമുക്ക് വില കുറഞ്ഞ സാധനം എവിടെ? കുപ്പിയുടെ വില. അത് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും നോക്കണം. ഒരു വാട്ടർ ബോട്ടിലിന് 15 രൂപ വിലയാണ്. ഈ 15 രൂപയ്ക്കകത്ത് വെള്ളവും ഉണ്ട്, ബോട്ടിലിന്റെ വിലയുണ്ട്. ആ 15 എങ്ങനെ എഴുതാം? ഇനി എന്തുവാ? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. ആ 12 അങ്ങ് എഴുതാം. ഓക്കെ, വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. വില കുറഞ്ഞ സാധനത്തിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, വില കുറഞ്ഞ സാധനം ചോദിച്ചിരിക്കുന്നത്, തമ്മിൽ കുറച്ചിട്ട് പകുതി അങ്ങ് എടുത്താൽ മതി. തമ്മിൽ കുറയ്ക്കുക, പകുതി എടുക്കുക. അപ്പൊ എന്താ? 15 12 കുറയ്ക്കുക 3. 3ന്റെ പകുതി 1 രൂപ 50 പൈസ. 1 രൂപയാണ്. മനസ്സിലായല്ലോ? ഇതിന്റെ വിലയെന്ന് വെച്ചാൽ 1 രൂപയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വില കുറഞ്ഞ സാധനത്തിന്റെ വിലയാണ് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നതെങ്കിൽ തമ്മിൽ കുറച്ചിട്ട് എന്ത് ചെയ്യാം? പകുതി എടുക്കുക. ഇനി വില കൂടിയ സാധനം എന്ന് വെച്ചാൽ വെള്ളത്തിന്റെ വില. വെള്ളത്തിന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ, ഓക്കെ, വെള്ളത്തിന്റെ വിലയാണെങ്കിൽ ഈ 15ഉം 12 രൂപ. വില കൂടിയ സാധനത്തിന്റെ വില കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2 കൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അപ്പൊ നോക്കിയേ, 27ന്റെ പകുതി എന്ന് പറയുമ്പോൾ 1 2 2 3 2 6 5 13 രൂപ 50 പൈസ. നോക്കിയേ, വില കുറഞ്ഞ സാധനത്തിന്റെ വില, കുപ്പിയുടെ വില 1 രൂപ 50 പൈസ, വെള്ളത്തിന്റെ വില 13 രൂപ 50 പൈസ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞ കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ഒരു കുപ്പിക്ക്, ഒരു വാട്ടർ ബോട്ടിലിന്റെ വില 15 രൂപ. വാട്ടർ ബോട്ടിലാകുമ്പോൾ വാട്ടറും ഉണ്ട് ബോട്ടിലും ഉണ്ട്, രണ്ടും കൂടെ ചേർത്താണ് 15 രൂപ. അപ്പൊ എന്താ? ബോട്ടിലിന്റെ വില 15 രൂപ, വാട്ടറിന്റെ വില 13 രൂപ 50, അല്ല 1 രൂപ. ബോട്ടിലിന്റെ വില 1 രൂപ, പിന്നെ വെള്ളത്തിന്റെ വില 13 രൂപ 50 പൈസ. 13 രൂപ 50 പൈസ 1 രൂപ കൂടുമ്പോൾ 15 രൂപ ഒന്നും കിട്ടത്തില്ലയോ? അതല്ലേ ഈ പറഞ്ഞേക്കുന്നത്. കുപ്പിക്കും വെള്ളത്തിനും കൂടെ എത്ര രൂപ? 15 രൂപ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? വെള്ളത്തിന് കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. വെള്ളത്തിന് മാത്രം കുപ്പിയേക്കാൾ 12 രൂപ കൂടുതലാണ്. എന്ന് വെച്ചാൽ കുപ്പിയുടെ വില എത്ര ആണോ അതിനെക്കാട്ടിലും 12 രൂപയും കൂടെ കൂടുതൽ കൊടുത്താലേ വെള്ളം കിട്ടത്തുള്ളൂ.
കുപ്പിയുടെ വില എത്രയാണോ പറയുന്നേ അതിനെക്കാട്ടിലും 12 രൂപയുടെ കൂടുതൽ കൊടുത്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? വെള്ളം കിട്ടത്തുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പൊ കുപ്പിയുടെ വില എത്ര എന്ന് പറയുന്നത് 1 രൂപ 50 പൈസ. അതിന്റെ കൂടെ ഒരു 12 രൂപയുടെ കൂട്ടിയെ 12 രൂപ കൂടുമ്പോഴത്തേനും 13 രൂപ 50 പൈസ. ഈ 13 50 പൈസ ഇല്ലയോ നമ്മുടെ വെള്ളത്തിന്റെ വില എന്ന് പറയുന്നത്? വെള്ളം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്താണ് കുപ്പിയുടെ വില എന്ന് പറയുന്നത് എത്ര? 1 രൂപ 50 പൈസ. വെള്ളത്തിന്റെ വില 13 50 പൈസ. വെള്ളവും കുപ്പിയും നമ്മളെ വ്യത്യാസം 12 രൂപ എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ വില കൂടിയതാണോ കുറഞ്ഞാണോ എന്ന് നോക്കണം. വില കൂടിയ സാധനത്തിന്റെ വിലയാണ് ചോദിക്കുന്നത്, രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. വില കുറഞ്ഞ സാധനത്തിന്റെ വിലയാണ് ചോദിക്കുന്നതെങ്കിൽ രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി എടുക്കുക. ഇത് PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പേനയ്ക്ക് പെൻസിലും കൂടി 20 രൂപ ചിലവായി. പേനയ്ക്ക് പെൻസിലിനേക്കാൾ 1 രൂപ കൂടുതലാണ് എങ്കിൽ പേനയുടെ വില എത്ര എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ വില കൂടിയ സാധനം പേനയാണ്. പേനയ്ക്ക് പെൻസിലൂടെ 20 രൂപയാണ്. ഒരെണ്ണത്തിന് പിന്നെ വില കൂടിയ സാധനം വില ചോദിച്ചു കഴിയുമ്പോൾ 1 രൂപ കൂടുതലാണെന്നില്ല. അപ്പൊ 20 + 1 21. 21ന്റെ പകുതി. മനസ്സിലായോ? 10 രൂപ 50 പൈസ. പേനയുടെ വില 10 രൂപ 50 പൈസ. അതേപോലെ തന്നെ പെൻസിലിന്റെ വില 9 രൂപ 50 പൈസ. ഒരിക്കൽ PSC മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പുസ്തകത്തിന് ബൈൻഡിങ് ചാർജ് അടക്കം 750 രൂപ ചിലവായി. പുസ്തകത്തിന് ബൈൻഡിങ് ചാർജിനേക്കാൾ 600 രൂപ കൂടുതലാണ് എങ്കിൽ പുസ്തകത്തിന്റെ വില എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടോട് കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. എന്റെ ആൻസർ 675 ആയിരുന്നു. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. ഇങ്ങനെ PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ഇപ്പൊ നടന്നില്ല, ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ ആണല്ലോ? അപ്പൊ വില കൂടിയ സ്ഥാനത്തിന്റെ വില ചോദിച്ചാൽ രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കുക. വില കുറഞ്ഞ സ്ഥാനത്തിന്റെ വില ചോദിച്ചാൽ രണ്ടുകൂടെ കുറച്ചിട്ട് പകുതി എടുത്താൽ മതി. ഓക്കെ ആണല്ലോ? രക്ഷ ഇട്ട് ചെയ്യാം, നല്ല ടൈം എടുക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് കറക്റ്റ് ആവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ ഇതൊക്കെ അറ്റൻഡ് ചെയ്തിരിക്കുക. ഇതൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസാണ് എപ്പോഴും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതേപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യണം. ഓക്കെ. നിങ്ങൾ നമുക്ക് ഇന്ന് വേണം, ഈ മോഡൽ വേണം എന്നുണ്ടെങ്കിൽ ഇനി ഏതൊക്കെ പോർഷൻസ് ആണ് സാർ, ഇന്ന പോർഷൻസ് കൂടെ കുറച്ചുകൂടി ഉൾപ്പെടുത്തണം, അതൊക്കെ എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ഈ ക്ലാസ്സുകൾ വീണ്ടും വേണം, ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ വീണ്ടും വേണം എന്നുണ്ടെങ്കിലെല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ക്ലാസ്, നിങ്ങളുടെ കമന്റിനനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? ആദ്യ 100 എണ്ണൽ സംഖ്യകൾ എഴുതിയാൽ 8 എത്ര തവണ ആവർത്തിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനകത്തൊരു ടിസ്റ്റുള്ള ക്വസ്റ്റ്യനാ, ഞാൻ പറയാം. ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ. ആദ്യത്തെ 100 എണ്ണൽ സംഖ്യ എഴുതുമ്പോൾ 8 എത്ര പ്രാവശ്യം ഉണ്ട്? നമുക്ക് നോക്കാം. ആദ്യം ഉദാഹരണം 8 എത്ര പ്രാവശ്യം ഉണ്ടെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. നമുക്ക് ആദ്യം ഒരു രണ്ട് പോയിന്റുകൾ പറയാം. 8 ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് 8ലാണ്. ഓക്കെ. 8ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എപ്പോ വരും? 18. പിന്നെ എപ്പോഴാ? 28, 38, 48, 58, 68, 78, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 98. ഇത്രയും പ്രാവശ്യമാണ് 8 ഉള്ളത്. ഓക്കെ ആണല്ലോ? ആദ്യത്തെ 100 എണ്ണൽ സംഖ്യ എഴുതുമ്പോൾ 8 എത്ര തവണ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഇത്രയും തവണയാണോ ഉള്ളത്? ശ്രദ്ധിച്ചോണേ. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. എത്ര ഉണ്ടെന്ന് വെച്ചാൽ 20 എണ്ണമാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? എത്രയാണ്? 1 മുതൽ 100 വരെയുള്ള ആദ്യത്തെ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ, 100 വരെയുള്ള ആദ്യത്തെ എണ്ണൽ സംഖ്യ 1 മുതൽ 100 വരെ, 100 വരെ എടുക്കുമ്പോൾ എത്ര എണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ 20 എണ്ണം ഉണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും സംഖ്യകൾ 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും സംഖ്യകൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. ഇത്രയും സംഖ്യകൾ എന്താ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യകൾ എഴുതുമ്പോൾ ഇത്രയും 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും സംഖ്യകൾ 20 പ്രാവശ്യം ഉണ്ടായിരിക്കും. എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും? 20 പ്രാവശ്യം ഉണ്ടായിരിക്കും. 20 പ്രാവശ്യം. ഓക്കെ ആണല്ലോ? യെസ്. ഇനി
1 എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ 1 മുതൽ 100 വരെയുള്ള എണ്ണൽ സംഖ്യ എഴുതുമ്പോൾ 1 എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 പ്രാവശ്യം ഉണ്ടായിരിക്കും. എത്ര പ്രാവശ്യം? 1 എത്രയാണെന്ന് വെച്ചാൽ 21. 1 എന്ന് പറയുന്നത് 21 പ്രാവശ്യം ഉണ്ടായിരിക്കും. കാര്യം എന്താണെന്നറിയോ? ഇവിടെ 1, 11, 12, 13 അങ്ങനെ വരും. അവസാനം 100-നകത്ത് ഒരു ഒന്നുകൂടെ ഉണ്ട്. അങ്ങനെയാണ്, 100-നകത്ത് ഒരു ഒന്നുണ്ട്. അതും കൂടെ വരുന്നത് കൊണ്ടാണ് 21 പ്രാവശ്യം എന്ന് വരുന്നത്. ഇപ്പൊ 2 തൊട്ട് 9 വരെയുള്ള സംഖ്യകൾ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് വെച്ചാൽ 20 എണ്ണം ഉണ്ട്. 1 ആണെങ്കിൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 21 എണ്ണം ഉണ്ട്. ഇത് PSC ചോദിച്ച സമയത്ത് ഇതിന്റെ ഇപ്പൊ നടന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യനാണ്. ഇതിന്റെ പ്രൊവിഷണൽ ആൻസർ കീക്കകത്ത് ആൻസർ 20 ആയിരുന്നു. പ്രൊവിഷണൽ ആൻസർ കീക്കകത്ത് ആൻസർ 20 ആയിരുന്നു. ഓക്കെ ആണല്ലോ. പക്ഷേ ഇതിന്റെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ആൻസർ മാറി. പ്രൊവിഷണൽ ആൻസർ കീക്കകത്ത് ആൻസർ 20 ആണ്. ഓക്കെ, ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഇതെന്താണ് ആൻസർ മാറാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യമുണ്ട്. ഇതുണ്ടോ? ഈ പോയിന്റ് ശ്രദ്ധിച്ചേ. ഈ പോയിന്റ് എത്ര തവണ ആവർത്തിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര തവണ ആവർത്തിക്കും? ഈ ആവർത്തിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരാളെ പേര് വിളിച്ചു, അത് ഒരു വട്ടം വിളിച്ചതാ. രണ്ടാമത് വിളിക്കുന്നതിന് എല്ലോടും ആവർത്തിക്കുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ രണ്ടാമത് വിളിച്ചതിനെ ആവർത്തിച്ച് വിളിച്ചു എന്ന് പറയും. അപ്പൊ ആദ്യത്തേതാണ് ഒരു വിളി. രണ്ടാമത്തെ നമ്മൾ വിളിക്കുന്നതിനാണ് ആവർത്തിച്ച് അവനെ പേര് വിളിച്ചു. അതിനെ ആവർത്തിച്ച് വിളിച്ചിട്ട് അവൻ വന്നില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ? എന്ന് വെച്ചാൽ ആദ്യത്തത് ഇതിനകത്ത് പെടത്തില്ല. എന്തുവാ? ഇതിന്റെ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ 19 ആയിരുന്നു ആൻസർ. കാര്യം ആദ്യം ഒരു പ്രാവശ്യം 8 ഉണ്ട്, പിന്നീടുള്ള ഇങ്ങോട്ടുള്ള സംഖ്യകളാണ് ആവർത്തിക്കുന്നത്. അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19 ആവർത്തിക്കുന്നത് എത്ര ഉണ്ടത്? PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീക്കകത്ത് 20 ആയിരുന്നു ആൻസർ. ഫൈനൽ ആൻസർ കീക്കകത്ത് അത് 19 ആയി. ആവർത്തിക്കുന്നു. 1 മുതൽ 100 വരെ എത്ര തവണ 8 ഉണ്ട് എന്ന് ചോദിച്ചാൽ ആൻസർ 20. എത്ര തവണ ആവർത്തിക്കും എന്ന് വെച്ചാൽ ഒന്നാമത്തേത് കഴിഞ്ഞ് എത്ര ഉണ്ടെന്നുള്ളതാണ് നോക്കേണ്ടത്. ആൻസർ 19 ആയിരുന്നു ഇതിന്റെ ഫൈനൽ ആൻസർ കീക്കകത്തുള്ള ആൻസർ. ഓക്കെ ആണല്ലോ. ആൻസർ 19. അപ്പൊ ഇവിടെ നോക്കിക്കോണം. 1 മുതൽ 100 വരെ എത്ര സംഖ്യകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 1 മുതൽ 100 വരെ എത്ര സംഖ്യകൾ ഉണ്ട്? 1 മുതൽ 100 വരെയുള്ള സംഖ്യക്കകത്ത് 2, 3, 4, 5, 6, 7, 8, 9 എത്ര തവണ ഉണ്ട് എന്ന് ചോദിച്ചാൽ 20 തവണ. എത്ര തവണ ആവർത്തിക്കും എന്ന് വെച്ചാൽ 19 തവണ. 1 എത്ര തവണ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 എത്ര തവണ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 21 തവണയും. എത്ര തവണ ആവർത്തിക്കുമെന്ന് ചോദിച്ചാൽ അത് 20 തവണയായിരിക്കും ആവർത്തിക്കുന്നത്. മാറിപ്പോകരുത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ടാങ്കിന്റെ 4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളം കൊള്ളാൻ കഴിയും. 180 ലിറ്റർ വെള്ളം ഉണ്ട് എങ്കിൽ ടാങ്കിന്റെ എത്ര ഭാഗം നിറയും? മനസ്സിലായല്ലോ. ഒരു ടാങ്കിന്റെ 4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളമുണ്ട്. ടാങ്കിന്റെ 4 ഭാഗത്തിൽ 135 ലിറ്റർ വെള്ളമുണ്ട് എങ്കിൽ 180 ലിറ്റർ വെള്ളം ഉണ്ട് എങ്കിൽ ടാങ്കിന്റെ അത് എത്ര ഭാഗം നിറഞ്ഞിരിക്കും? ഓക്കെ ആണല്ലോ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുക. 4 ഭാഗം എന്ന് പറയുന്നതാണ് 135 ലിറ്റർ. 4 ഭാഗം 1/4 ഭാഗമാണ് 135 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 135 ലിറ്റർ എന്ന് പറയുന്നത് 1/4 ആണ്. 1/4 ആണ്. 4/1 135 എന്ന് പറയുന്നത് 4/1 എങ്കിൽ നമുക്കറിയേണ്ടത് 180 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? അത്രേ ഉള്ളൂ. ഓക്കെ, 135 ലിറ്റർ എന്ന് പറയുന്നത് 4/1 എങ്കിൽ 180 ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? ക്ലിയർ ആവുന്നുണ്ടല്ലോ? നമുക്ക് എന്ത് ചെയ്യാം? ഇത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് ഗുണിക്കാം. ക്രോസ് ചെയ്യുമ്പോൾ 1/4 ഇൻറ്റു 180. ഈ 100 ഇതങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1/4നെ 180 കൊണ്ട് ഗുണിക്കുക. ബൈ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 135 അങ്ങ് താഴെ എഴുതിയാൽ ബൈ 135 താഴെ എഴുതാം. നമുക്കിവിടെ വെട്ടാം. 1 4 4 4 16 4 20 45 കിട്ടും. 45 45 2 90 3 അപ്പൊ 1 45 45 3 45 ആണ് 135. അപ്പൊ ആൻസർ 1/3 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ എത്രയിട്ട് 1/3 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോണേ. ഒരു ടാങ്കിന്റെ 4 ഭാഗം 135 ലിറ്റർ ആണെങ്കിൽ 180 ലിറ്റർ എത്ര ഭാഗം? അപ്പോൾ 135 എന്ന് പറയുന്നത് 1/4 എങ്കിൽ 180 പറയുന്നത് എത്ര? അറിയത്തില്ല. ക്രോസ് ചെയ്താൽ ഗുണിക്കുക. ഓക്കെ, 1/4നെ എത്ര
കൊണ്ട് ഗുണിക്കുക, 180 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ഈ 135 ഡിവൈഡ് ചെയ്യുക. 135 ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 4 നേർക്ക് താഴെ എഴുതണം. കാര്യം ഇത് ഛേദത്തിൽ കിടക്കുന്ന സൈൻ, ഡിനോമിനേറ്ററിലാണ് 4 എടുക്കുന്നത്, അവിടെ കൊണ്ട് തന്നെ 135 എഴുതണം. വെട്ടിച്ച് അത് അല്ലെങ്കിൽ തിരിച്ചിട്ട് ഗുണിക്കേണ്ടി വരും. അങ്ങനെ കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ചെയ്യുമ്പോൾ എൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 1/3. അപ്പോൾ മൊത്തം ഇതിന് എത്ര ഭാഗം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 180 ലിറ്റർ എന്ന് വെച്ചാൽ 1/3 ഭാഗമായിരിക്കും. ടാങ്കിന്റെ 1/3 ഭാഗം വെള്ളം ഉണ്ടായിരിക്കും 180 ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. ഓക്കെ, എ ബി സി ഡി ഇ എഫ് എന്നീ 2 3 സംഖ്യകൾ എ കോമ ബി കോമ സി കോമ ഡി കോമ ഇ കോമ എഫ് എന്നിവ വ്യത്യസ്തമായ പൂജ്യമല്ലാത്ത അക്കങ്ങളാണ്. കൂടാതെ എ ബി സി പ്ലസ് ഡിഇ പ്ലസ് DEF ഈക്വൽ ടു 1111 ആണ് എങ്കിൽ എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി പ്ലസ് ഇ പ്ലസ് എഫിന്റെ മൂല്യം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. കാണുമ്പോൾ വലിയതായിട്ടൊക്കെ തോന്നും, ഒന്നുമില്ല. നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ആ രീതി ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നതാണ് എ ബി സി എന്ന് പറയുന്ന ഒരു 3 അക്കമാണ്. ഉദാഹരണം 254. അതേപോലെ തന്നെ DEF എന്ന് പറഞ്ഞ മറ്റൊരു 3 അക്ക സംഖ്യയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 675. ഓക്കെ ആണല്ലോ. ആണ്. ഇങ്ങനെ 3 സംഖ്യയാണ്. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 1115 കിട്ടും. ഇതെല്ലാം ഇത് 3 കൂടെ കൂട്ടുമ്പോൾ 1115 കിട്ടും. 2 കണ്ടീഷൻ. ഇവിടെ 5 അല്ല. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. ചുമ്മാ ഒരു ഉദാഹരണം എഴുതിയാണിത്. 257 348. ഓക്കെ, ഇങ്ങനെ 2 3 അക്ക സംഖ്യകളാണ്. ഇപ്പൊ 2 3 അക്ക സംഖ്യ. അതൊരു കാര്യം പറയുന്നുണ്ട്. ഇവിടെ 2 3 അക്ക സംഖ്യകളാണ്. എ ബി സി ഡി ഇ എഫ് എന്നിവ വ്യത്യസ്തമായ. അതുകൊണ്ട് ഞാൻ നേരത്തെ 5 മായ്ച്ചുള്ള, ഞാൻ 2 തൊട്ട് തന്നെ 5 എഴുതിയായിരുന്നു. അതുകൊണ്ട് മായ്ച്ചുള്ള വ്യത്യസ്തമായ. അപ്പൊ എന്താ, 2 ഒരു പ്രാവശ്യം ഉണ്ടാകാൻ പാടുള്ളൂ, 5 പ്രാവശ്യം ഉണ്ടാകാൻ പാടുള്ളൂ, 7 പ്രാവശ്യം പാടുള്ളൂ, 3 4 8 എല്ലാം എഴുതുന്ന സംഖ്യകളെല്ലാം ഒരേ പ്രാവശ്യം ഉണ്ടാകാൻ പാടുള്ളൂ. വ്യത്യസ്തങ്ങളായ പൂജ്യമല്ലാത്ത, പൂജ്യവും ആവാൻ പാടില്ല. അപ്പൊ പൂജ്യവും ആവാൻ പാടില്ല, വ്യത്യസ്തങ്ങളും ആയിരിക്കണം. പക്ഷെ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടിയേ വേണം? 1111 കിട്ടിയേ വേണം. 1111 കിട്ടിയേ വേണം. ഇങ്ങനെ കിട്ടുന്ന സംഖ്യ, ഈ 3 സംഖ്യ, ഇപ്പൊ ഉദാഹരണം ഞാൻ 257 348 കിട്ടി എന്ന് വിചാരിച്ചു. ചുമ്മാ എഴുതിയേക്കുന്നത്, ഇത് കറക്റ്റ് ആൻസർ ഒന്നുമല്ല. ഓക്കെ, എങ്കിൽ ആ സംഖ്യകളെല്ലാം കൂടെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. ഈ സംഖ്യ ഇതാണ് 3 അക്ക സംഖ്യ. അത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 1115 കിട്ടും എന്ന് പറയുന്നെങ്കിൽ എങ്കിൽ എല്ലാവരുടെ കൂട്ടും ഏതൊക്കെ സംഖ്യ? ഈ 2 3 7 2 5 2 5 7 3 4 8 ഇതെല്ലാം കൂടെ കൂട്ടും. ഈ ഓരോ അക്കങ്ങൾ എടുത്ത് 2 3 2 5 7 3 4 8 ഇവയെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ സംഖ്യ കറക്റ്റ് അല്ല. കാര്യം ഇതിലൂടെ കൂടുമ്പോൾ 1115 നല്ല നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? നമ്മൾ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതിനാക്കാണ് നമുക്ക് ഇനി കാര്യത്തിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഇതെങ്ങനെ ചെയ്യും? വളരെ സിമ്പിൾ ആണ്. കൂട്ടുമ്പോൾ 1115 എന്ന് പറയണം. 1115 എന്ന് പറഞ്ഞോന്നെ ഏതൊക്കെ 2 സംഖ്യകൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇഷ്ടമുള്ള സംഖ്യ എടുക്കാം. ഞാൻ പറയുന്ന സംഖ്യ എടുക്കണമെന്നില്ല. ഞാൻ വ്യത്യസ്ത സംഖ്യ എടുത്ത് കാണിച്ചു തരാം. ഒരു ആൻസറെ വരുത്തോളോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഖ്യ എടുക്കാം. 2 സംഖ്യകൾ കൂട്ടുമ്പോൾ 11 കിട്ടുന്ന 2 സംഖ്യ എടുക്കാം. ഞാൻ 9 2 അവസാനത്തെ 2 അക്കങ്ങൾ എന്ന് വെച്ചാൽ 3 അക്ക സംഖ്യകളാണ്. ഇവിടെ എത്ര 3 അക്കം ഉണ്ട്. ഇതൊരക്കം അങ്ങനെ 3 അക്കങ്ങളാണ്. 3 അക്കങ്ങൾ. അത് ഇവിടെ ഒരു അക്കം, ഇവിടെ ഒരക്കം, ഇവിടെ ഒരക്കം, ഇവിടെ ഒരെണ്ണം. ഈ 3 അക്കങ്ങൾ എഴുതുക. ഞാൻ ആ ഒന്നാമത്തെ അക്കം 9 എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത അക്കം അപ്പൊ എത്ര ആയിരിക്കണം? 2. 9 2 കൂട്ടുമ്പോൾ അല്ലേ 11. ഓക്കെ, നമ്മളിവിടെ കൂട്ടി എഴുതുക. 9 2 കൂട്ടുമ്പോൾ അതിനെ കൂട്ടി എഴുതുക. 9 2 കൂട്ടുമ്പോൾ 11. 11ന് 1, 11ന് 1 ശിഷ്ടം 1 വരും. 11ന് 1 ശിഷ്ടം എത്ര? 1 ശിഷ്ടം 1. അപ്പൊ ഇവിടെ 9 2 വ്യത്യസ്ത സംഖ്യകളാ. കൂട്ടിപ്പോണ്ട ഒന്നാമത്തെ അക്കം 1. ഞാൻ അടുത്ത 1 തന്നെ പറയണം. അപ്പൊ ഏതൊക്കെ കൂട്ടണം? വ്യത്യസ്തമായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. 7 3. ഓക്കെ, 7 3 എത്ര? 10. ശിഷ്ടം 1 ഉണ്ട്. 7 3 കൂട്ടുമ്പോൾ 10.
ശിഷ്ടം ഒന്ന് എത്ര? ശിഷ്ടം 1. ശിഷ്ടം 1 ആകുമ്പോൾ 11 ഇപ്പൊ 7 3 കൂടുമ്പോൾ 10 10 ശിഷ്ടം 1 കൂടുമ്പോൾ 11. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വീണ്ടും 1 എഴുതി, ശിഷ്ടം വീണ്ടും 1 ഓക്കെ. 7 3 കൂടുമ്പോൾ 10 10ഉം ഈ ശിഷ്ടം 1 ഇവിടുത്തെ ശിഷ്ടം 1 കൂടുമ്പോൾ 11 വീണ്ടും ശിഷ്ടം 1 അപ്പൊ ഇവിടെ വ്യത്യസ്തം 9 2 7 3 ആണ്. ഓക്കെ. ഇനി അടുത്ത എത്ര? ഇവിടെ കൂട്ടുമ്പോൾ എത്ര വരണം? 11 വരണം. 11 വരണം. ഓക്കെ. ഓക്കെ, അടുത്ത വരുന്നത് 11 പറഞ്ഞ 6 4 എടുക്കാം. 6 4 6 4 എടുക്കുമ്പോൾ 10ഉം ഈ ശിഷ്ടം 1 കൂടുമ്പോൾ 11. ഓക്കെ ഓക്കെ. ഇതെല്ലാം കൂട്ടിയേ നമുക്ക് വരും. 9 2 കൂടുമ്പോൾ 11 11 1 ശിഷ്ടം 1 7 3 കൂടുമ്പോൾ 10 10ഉം ശിഷ്ടം 1 കൂടുമ്പോൾ 11 1 ഇഷ്ടം 1 അവിടെ 6ഉം 4 കൂടെ കൂടുമ്പോൾ 10 10 1 11 ഇഷ്ടം 1. അപ്പൊ എല്ലാവരും കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 1111 കിട്ടിയില്ല? 1111 വ്യത്യസ്ത സംഖ്യകളാ. 9ഉം 2ഉം 7ഉം 3ഉം 6ഉം 4 എല്ലാം വ്യത്യസ്ത. ഇവ എല്ലാം വ്യത്യസ്ത സംഖ്യകളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ABCD എന്നിവ വ്യത്യസ്തങ്ങളായ പൂജ്യമല്ലാത്ത വ്യത്യസ്തങ്ങളാണ്. 6 7 9ഉം 4 3ഉം 2ഉം എല്ലാം വ്യത്യസ്തങ്ങളാ, പൂജ്യവുമല്ല. ഓക്കെ. ഇനി നോക്കാം, വേറൊരു സംഖ്യ എടുക്കാം. ഉദാഹരണം 5 6 എടുക്കാം. 5 6 ഒന്നാമത്തെ സംഖ്യ 5 6 5 6 കൂടുമ്പോൾ 11 5 6 കൂടുമ്പോൾ 11 ശിഷ്ടം 1 1. ഇനി ഓക്കെ. ഇനി അടുത്ത് നമുക്ക് നോക്കാം 8ഉം 2ഉം നോക്കാം. 8ഉം 2ഉം 8ഉം 2 കൂടുമ്പോൾ 8ഉം 2 കൂടുമ്പോൾ 10 8ഉം 2 കൂടുമ്പോൾ 10 ശിഷ്ടം 1 11 11 1 ശിഷ്ടം 1. ഓക്കെ നോക്കിയല്ലോ. ഇനി അടുത്തത് നോക്കണം 7 3 നോക്കാം. 7 3 കൂടുമ്പോൾ 10 ശിഷ്ടം 1 കൂടുമ്പോൾ 11. ഇവിടെ വ്യത്യസ്ത സംഖ്യകളല്ലയോ? 5ഉം 8ഉം 7ഉം 3ഉം 2ഉം 6 എല്ലാം വ്യത്യസ്ത സംഖ്യകളാണ്. കൂട്ടുമ്പോൾ എത്ര കിട്ടി? നമുക്ക് 1111 കിട്ടി. ഇനി അവരെന്ത് പറഞ്ഞേക്കുന്നത്? ഈ അക്കങ്ങൾ എല്ലാവരും കൂട്ടാനാണ് പറഞ്ഞേക്കുന്നത്. ഈ അക്കങ്ങൾ എല്ലാവരും കൂട്ടി നോക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അക്കം എല്ലാവരും ഒന്ന് കൂട്ടി നോക്കാം. അക്കം എല്ലാവരും കൂടുമ്പോൾ നോക്കിയേ 7 പ്ലസ് 8 പ്ലസ് 5 പ്ലസ് 3 പ്ലസ് 2 പ്ലസ് 6. ഓക്കെ. 15 20 23 25 31 അക്കം എല്ലാവരുടെ കുടുംബത്തിൽ കിട്ടി 31 നീട്ടി. ഇനി ഇവിടുത്തെ എല്ലാ അക്കം എല്ലാവരും കൂട്ടിയൊക്കെ ശരിയാന്ന് നോക്കാം. 6 പ്ലസ് 7 പ്ലസ് 9 പ്ലസ് 4 പ്ലസ് 3 പ്ലസ് 2. ഓക്കെ. 7 6 13 13ഉം 9ഉം 22 22 4 26 26 3ഉം 29 29 2ഉം 31. ക്ലിയർ ആണല്ലോ? അപ്പൊ അക്കങ്ങളുടെ കൂട്ടി ഇവിടെ ഞാൻ വ്യത്യസ്ത സംഖ്യകൾ എടുത്തേ. ഇവിടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇത് കൂടാതെ വേറെ ഏതെങ്കിലും സംഖ്യ എടുക്കാം. ഞാനിപ്പോ ഈ 2 സംഖ്യകൾ ഇങ്ങനെ എടുത്തു. നിങ്ങൾ വേറെ ഏത് സംഖ്യ എടുത്തു നോക്കിയോ? ഇനി ഏതൊക്കെ സംഖ്യ എടുത്താലും ശരി, ഇവ തമ്മിൽ കൂട്ടുമ്പോൾ ഈ 31 ആൻസറേ വരുത്തുള്ളൂ. ഇവിടെ നമ്മുടെ ആൻസർ ഡി ഓപ്ഷൻ ആണ്, 31. നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമുള്ള സംഖ്യ എടുത്തേ. നിങ്ങൾക്ക് ഇതേപോലെ സെലക്ട് ചെയ്യാം. വേറെ ഏതെങ്കിലും സംഖ്യ സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ ആവർത്തിക്കാനും പാടില്ല. 1 വരണം, കൂട്ടി കഴിഞ്ഞപ്പോൾ 111 വരുന്ന ഏത് സംഖ്യ വേണേലും നിങ്ങൾ എടുത്ത് കൂട്ടി നോക്കിക്കോ. എല്ലാവരുടെ കൂട്ടുമ്പോൾ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയേ വരത്തുള്ളൂ? നമ്മുടെ 31 ആൻസറേ വരത്തുള്ളൂ. ഇത് മാറത്തേയില്ല. ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ? യെസ്. കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? കൃത്യമായ ഒരു ക്ലോക്ക് രാവിലെ 8 മണി കാണിക്കുന്നു. ഉച്ചയ്ക്ക് 2 മണി കാണിക്കുമ്പോൾ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി കറങ്ങും? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കൃത്യമായ ഒരു ക്ലോക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഉദാഹരണം അല്ലേ, ഒരു ക്ലോക്ക്. ഓക്കെ, കൃത്യമായ ഒരു ക്ലോക്ക്.
ഓക്കെ, അതൊരു കുഴപ്പം എന്ന് പറയുന്നത് അത് കറക്റ്റ് ഒരു സർക്കിൾ വരും. നമുക്കത് വേണ്ട. എനിക്കത് അതാ രാവിലെ ചെയ്ത പരിപാടി തന്നെ. വൃത്തം വരയ്ക്കാൻ മറ്റേ ഒരു ലൈൻ കയറി വരുന്നു. ഓക്കെ, നമുക്കിവിടെ ഒരു സർക്കിൾ വരച്ചു. നമ്മുടെ ഈ ഒരു ക്ലോക്കാണ് ഇതേ. ഓക്കെ, ഒരു ക്ലോക്കാ, കൃത്യമായൊരു ക്ലോക്ക്. രാവിലെ 8 മണി ആണല്ലോ, 8 മണി ആണ്. 8 മണി. ഈ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ. ഉച്ചയ്ക്ക് 2 മണി വരെ എന്ന് പറയുമ്പോൾ 8 മണി ആയിട്ട് കണ്ടേ ഇവിടെ വരും. 9 ആകുമ്പോൾ ഇവിടെ വരും. 10, 11, 12, 1, 2. 2 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. ആണ് 2 മണി വരെ. അപ്പോൾ 8 മണി മുതൽ 2 മണി വരെ ഇത് എത്ര ഡിഗ്രി തിരിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഡിഗ്രി തിരിയും? മണിക്കൂർ സൂചി അറിഞ്ഞിരിക്കേണ്ട കാര്യം, മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി ആയിരിക്കും തിരിയുന്നത്. 1 മണിക്കൂർ. കാര്യം ഓരോ 5 മിനിറ്റ് 30 ഡിഗ്രിയാണ് നമ്മൾ അറിയാം. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓരോ മണിക്കൂറും എന്ന് വെച്ചാൽ ഓരോ 5 മിനിറ്റ് 30 ഡിഗ്രിയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓരോ മണിക്കൂറും 5 മിനിറ്റ്, ഓരോ 5 മിനിറ്റ് 30 ഡിഗ്രി. അപ്പൊ ഈ 8 മണി മുതൽ 9 മണി വരെ ആകുമ്പോൾ 5 മിനിറ്റാണ്. എന്ന് വെച്ചാൽ 1 മണിക്കൂറാണ് കാണിക്കുന്നെങ്കിൽ ഈ ഇതിന്റെ ഗ്യാപ്പ് 5. അപ്പൊ എന്താണ്? 30 ഡിഗ്രിയാണ്. 10 മണിയാകുമ്പോൾ വീണ്ടും 30, 11, 30, 12, 30 ഉണ്ട്. 30 ഇത്രയും. അപ്പൊ ഇവിടെ എത്ര വരെ കൊണ്ടുവന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6 വരെ കറങ്ങും. മനസ്സിലായല്ലോ? ഒരു മണിക്കൂർ എന്ന് വെച്ചാൽ 30 ഡിഗ്രി. അപ്പൊ 6 മണിക്കൂർ ആകുമ്പോൾ 6 ഗുണം 30, 3, 6, 18, 180 ഡിഗ്രി ആയിരിക്കും തിരിയുന്നത്. എത്ര ഡിഗ്രി ആയിരിക്കും തിരിയുന്നത്? 180 ഡിഗ്രി. അറിഞ്ഞിരിക്കേണ്ട കാര്യം, മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ എത്ര ഡിഗ്രി തിരിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ഡിഗ്രി തിരിയും. മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയും. മനസ്സിലായല്ലോ? മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ 30 ഡിഗ്രി ആണ് എന്നുണ്ട് എങ്കിൽ 6 മണിക്കൂർ, 8 മണി തൊട്ട് 2 മണി വരെ 6 മണിക്കൂർ, 1, 2, 3, 4, 5, 6 മണിക്കൂർ. 1 മണിക്കൂറിൽ 30 ഡിഗ്രി തിരിയുന്ന ആള് 6 മണിക്കൂറിൽ 6 ഗുണം 30 ഡിഗ്രി. 6 ഗുണം 30 ഡിഗ്രി എന്ന് വെച്ചാൽ 180 ഡിഗ്രി തിരിയും. എത്ര ഡിഗ്രി തിരിയോടോ? 180 ഡിഗ്രി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? മണിക്കൂറിൽ 30 ഡിഗ്രി വെച്ച് 6 മണിക്കൂറിൽ 180 ഡിഗ്രി ആയിരിക്കും തിരിയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജോൺ സോണിക്ക് 5% വാർഷിക കൂട്ടുപലിശ നിരക്കിൽ 3 വർഷത്തേക്ക് 6 ലക്ഷം രൂപ കടം കൊടുത്തു. 3 വർഷത്തിന് ശേഷം ജോണിക്ക് എത്ര രൂപ തിരികെ ലഭിക്കും? മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് കൂട്ടുപലിശക്കകത്താണ്. ഇത് കൂട്ടുപലിശ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A = P × 1 + R/100 the whole raised to n എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ ചെയ്താൽ നമുക്ക് നല്ല ടൈം എടുക്കും. നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു പാസ്കൽ ട്രയാങ്കിൾ എന്ന് പറയുന്ന ട്രിക്കിനകത്ത് ഉപയോഗിക്കുന്നത്. പാസ്കൽ ട്രയാങ്കിൾ. ഈ പാസ്കൽ ട്രയാങ്കിൾ ട്രിക്കിൽ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പൊ സാധാരണ ഇക്വേഷൻ ഇതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ A = P × 1 + R/100 the whole raised to n. ഇതാണ് ഇക്വേഷൻ. A = P × 1 + R/100 the whole raised to n എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇത്. ഇക്വേഷൻ നമുക്ക് വളരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇക്വേഷനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് സമയം എടുക്കുന്ന ഇക്വേഷൻ. ഓക്കെ, നമുക്കിത് ആവശ്യമുള്ളവർക്ക് വേണ്ടി ഇത് എഴുതിയിട്ടേക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് എങ്ങനെയാണ് ഈ പാസ്കൽ ട്രയാങ്കിൾ ചെയ്തെന്ന് വെച്ചാൽ 1 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണ് നമുക്ക് കാണണ്ടെങ്കിൽ, 1 വർഷത്തേക്കുള്ള കൂട്ടുപലിശയാണെങ്കിൽ നമ്മൾ 1 എന്ന് എഴുതണം. 11 അല്ല, 1 ഗ്യാപ്പ് ഇട്ട് എഴുതണേ. 2 വർഷത്തേക്കാണെങ്കിൽ 1 2 1, 3 വർഷമാണെങ്കിൽ 1 3 3 1, 4 വർഷമാണെങ്കിൽ 1 4 6 4 1, 5 വർഷമാണെങ്കിൽ 1 5 10 10 5 1. ഇതാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അയ്യോ ഇത്രയൊക്കെ ചെയ്യേണ്ടി വരുമോ? ഇങ്ങനെ ചെയ്യണ്ട. 1 1 മാത്രം കാണാൻ പഠിക്കുക. 1 വർഷത്തേക്ക് 1 1 ഇത്രയൊക്കെ കാണാതെ പഠിക്കേണ്ടി വരുമോ? തെറ്റിപ്പോവോ? ഇങ്ങനെ വേണ്ട. 1 1 മാത്രം നിങ്ങൾ കാണാതെ പഠിക്കുക. 1 1. 2 വർഷത്തേക്കാണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 1 1 എടുത്ത് ആദ്യം അവസാനം എഴുതണം. 1 1 ആദ്യം അവസാനം എഴുതണം. എന്നതിന് ശേഷം ആ 1 1 കൂട്ടണം. എത്ര ഇട്ട്? 2. അതാണ് 1 2 1. അടുത്ത കണ്ടുപിടിക്കണം. വീണ്ടും 1 1 എടുത്ത് ആദ്യം അവസാനം എഴുതണം. ഈ 2 1 കൂട്ടണം. അപ്പൊ 3. ഈ 2 1 കൂട്ടുമ്പോൾ 3. ക്ലിയർ ആണല്ലോ? വീണ്ടും കണ്ടുപിടിക്കണം. 1 1 എടുത്ത് ആദ്യം അവസാനം എഴുതണം. ഈ 3 1 കൂട്ടുമ്പോൾ 4, 3 3 കൂട്ടുമ്പോൾ 6, 3 1 കൂട്ടുമ്പോൾ 4.
വീണ്ടും കണ്ടുപിടിക്കണമെങ്കിൽ 1 1 എടുത്ത് ആദ്യം അവസാനം എഴുതണം. 4 ഒന്നുകൂടെ കൂടുമ്പോൾ 5, 6 4 10, 6 4 10, 4 1 5. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി. ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ചെയ്തു പോകാം. അപ്പൊ ഇതാകുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. പി ഓക്കെ, പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ജോണി 6 ലക്ഷം രൂപ കൊടുത്തു. 6 ലക്ഷം രൂപ, 6 ലക്ഷം. ഓക്കെ, 6 ലക്ഷം രൂപ. ഓക്കെ ആണല്ലോ? 6 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി എത്ര ശതമാനം ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയുന്നുണ്ട്? എത്ര? 5% എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 5%. എത്ര നിരക്കിൽ? 3 വർഷത്തേക്ക്. നമ്പർ ഓഫ് ഇയർ പറയുന്നുണ്ട് 3 വർഷത്തേക്ക്. നമ്പർ ഓഫ് ഇയർ 3 വർഷത്തേക്ക്. ഓക്കെ, ഇനി എത്ര രൂപ തിരികെ ലഭിക്കും? ഇവിടെ എത്ര രൂപ തിരികെ ലഭിക്കും? എ ആണ് കണ്ടുപിടിക്കേണ്ടത്, എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ തെറ്റ് ചെയ്യാൻ പറ്റും. അതിനെക്കാട്ടി ഇച്ചിരി എളുപ്പം ഈ പറയുന്ന പാസ്കൽ ട്രയാങ്കിൾ ആയിരിക്കും ഏറ്റവും എളുപ്പം. ഇതെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷത്തിൽ നമുക്ക് നോക്കണം, വർഷം സെലക്ട് ചെയ്യണം. ഒരു വർഷമാണോ എന്ന് നോക്കണം. ഒരു വർഷമാണെങ്കിൽ 1 1 എന്നുള്ള ഇക്വേഷനും കൊടുക്കാം. ഇനി 2 വർഷമാണോ എന്ന് നോക്കണം എങ്കിൽ നമ്മൾ 1 2 1 എന്നങ്ങ് കൊടുക്കാം. ഇനി 3 വർഷമാണോ നോക്കണം, 1 3 3 1 എന്ന് കൊടുക്കാം. 4 വർഷമാണ് 1 4 6 4 1 എന്ന് കൊടുക്കാം. 5 വർഷമാണ് 1 5 10 10 5. 6 നമ്മൾ നേരത്തെ ഇതുപോലെ താഴോട്ട് എഴുതി അങ്ങ് പോയാൽ മതി. ഓക്കെ ആണല്ലോ? അത്രയൊന്നും PSC ചോദിക്കത്തില്ല. ഇതുവരെ 4 വർഷം വരെ കണ്ട മാക്സിമം ചോദിച്ചിട്ടുള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ചോദിച്ചത്. ഓക്കെ ആണല്ലോ? ഇത്രയൊന്നും വലുതായിട്ട് ചോദിക്കത്തില്ല. 3 ചോദിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഞാൻ 4 വർഷത്തിന്റെ കണ്ടിട്ടുള്ളത്. ഓക്കെ, എല്ലാം 3 വരെയൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ വർഷം 3 ആയിട്ട് നമ്മൾ ഇക്വേഷൻ സെലക്ട് ചെയ്തു. 1 3 3 1 1 3 3 1. ഓക്കെ, 1 3 3 1 നമ്മളിങ്ങ് സെലക്ട് ചെയ്തു. എന്നതിന് ശേഷം നമ്മൾ നോക്കണം, ഈ 6 ലക്ഷം രൂപ നമ്മൾ ഇങ്ങനെ എഴുതണം. 6 ലക്ഷം രൂപ താഴെ എഴുതണം. എന്നതിന് ശേഷം ഈ 6 ലക്ഷത്തിന്റെ 5% കാണണം. 6 ലക്ഷത്തിന് 5% എങ്ങനെ കാണുന്നുണ്ട്? 6 ലക്ഷത്തിന്റെ ഷോർട്ട് കട്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. 6 ലക്ഷത്തിന് 5% ഇങ്ങനെയല്ലേ? 5/100. ഈ 2 0 ഈ 2 0 ഇട്ടാ 5 30 3 0. 30,000 രൂപ എന്നിട്ട് എത്ര ഇട്ടോടോ? 30,000 രൂപ എന്ന് കിട്ടും. 30,000. ഇനി എളുപ്പമാർഗം, ഈ 30,000 ഒന്നും എഴുതണ്ട. ഈ 6 ലക്ഷത്തിന്റെ ഒരു 0 മാറ്റിയാൽ 60,000 എന്ന് കിട്ടും. ഒരു 0 മാറ്റിയാൽ അത് 10%. ഒരു 0 മാറ്റി 6 ലക്ഷത്തിന്റെ ഒരു 0 മാറ്റിയാൽ എത്രയാണത്? 10%. ഒരു 0 മാറ്റുമ്പോൾ 10%. 10% അപ്പൊ എത്ര? ഒരു 0 മാറ്റി 60,000. 10% 60,000 ആണെങ്കിൽ 5% 30,000 ആയിരിക്കത്തില്ല. അതില്ലേ കിട്ടിയേക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ഈ 30,000ത്തിന്റെ 5% കാണാം. 30,000ത്തിന്റെ 5% ഇതേപോലെ കാണാം. 30,000 5% എങ്ങനെയാണെന്ന്? 30,000. 30,000ത്തിന് 5%. 5/100. ഈ 2 0 2 0 ഇട്ടാ 3 5 15 1500 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? ഇവിടെ 1500 എന്ന് എഴുതാം. അതിനെക്കാട്ടി ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താ? ഈ 30,000ത്തിന്റെ ഒരു 0 മാറ്റിയാൽ 3000. ഈ 3000 ഒരു 0 മാറ്റിയാൽ 10%. ഒരു 0 മാറ്റിയാൽ 10. 10% 3000 ആണെങ്കിൽ 5% 1500 ആയിരിക്കത്തില്ലേ? ഇല്ലയോ? ഇനി എന്ത് ചെയ്യണം? ഈ 1500ന്റെ 5% കാണാം. 1500ന്റെ 5% നമുക്കിപ്പോ ചെയ്തോലെ ചെയ്യാം. ഒരു 0 മാറ്റിയാൽ 10%. 10% എന്ന് പറയുന്നത് 150. 5% അതിന്റെ പകുതി ആയിരിക്കും, 75 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്തു നോക്കാം? അങ്ങോട്ട് ചെയ്തു നോക്കാം. എത്രന്റെ 1500 ഇല്ല, 1500. 1500ന്റെ 5%. ഈ 2 0 2 15 5 75. ഓക്കെ ആണല്ലോ? ഇങ്ങനെ കിട്ടും. 15 5 75 ഇങ്ങനെ ഉത്തരം കിട്ടും. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഗുണിക്കാം, ഇതും ഗുണിക്കാം, ഇതും ഗുണിക്കാം. ഇത് തമ്മിൽ ഗുണിക്കാം, ഇതും ഗുണിക്കാം, ഇതും ഗുണിക്കാം. ഇവിടെ വരെ ഗുണിച്ചാൽ കിട്ടുന്നത് പലിശ എത്ര കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ, പലിശയായിട്ട് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഇത് തമ്മിൽ ഗുണിച്ചങ്ങ് എഴുതിയാൽ മതി. ഇത് ഗുണിച്ച് താഴോട്ടങ്ങ് എഴുതിയാൽ മതി. പലിശ എത്രയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? പലിശ എത്ര കിട്ടുമെന്നല്ല, എത്ര രൂപ തിരികെ ലഭിക്കുമെന്നാണല്ലോ ചോദിക്കുന്നത്. 4 ലക്ഷം രൂപ കടം കൊടുത്തെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ ജോണിക്ക് എത്ര രൂപ എന്ത് തുക ലഭിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ജോണിക്ക് എന്ത് തുക ലഭിക്കും എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? എന്ത് തുക ലഭിക്കും എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് മുതലും കൂടെ വേണം. അയാൾ ഇട്ട ഈ 6 ലക്ഷം കൂടെ, അപ്പൊ ഇതും ഗുണിക്കണം. ഓക്കെ, 1 ഗുണം 6 ലക്ഷം 6 ലക്ഷം പ്ലസ് 3 ഗുണം 30,000 3 9 90,000 പ്ലസ് 3 ഗുണം 15 45 4500 പ്ലസ് 1 ഗുണം 75 75. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതെല്ലാം കൂടെ കൂട്ടുക. 6 ലക്ഷവും 90 6,90,000 6,94,575 6,94,575. ഈ തുകയായിരിക്കും ജോണിക്ക് തിരികെ കിട്ടുന്നത്. 6,94,575 എന്നുള്ള ഉത്തരവാണ്. 6,94,575
94,575 ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ഓപ്ഷനാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. 6,94,575 രൂപയായിരിക്കും ജോണിക്ക് തിരികെ ലഭിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇവിടെ എന്താണ് വർഷം എന്ന് പറയുന്നത് 3 ആയതുകൊണ്ട് നമ്മൾ ഏത് ട്രയാങ്കിൾ എടുത്തു? 1331 എന്നുള്ള ഫസ്റ്റ് ട്രയാങ്കിൾ അതെടുത്ത് 1331 എന്ന് എഴുതി. എന്നതിന് ശേഷം എന്ത് ചെയ്യണം? പി എത്ര? പ്രിൻസിപ്പൽ സം ഉണ്ട് 60,000 എടുത്തു. ഈ 60,000ന്റെ ശതമാനം എത്ര പറഞ്ഞ? 5 കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. 60,000 5% 30,000. 30,000 വീണ്ടും 5%, ഇതേ 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. 1,500. ഈ 1,500 വീണ്ടും 5% കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. എന്നിട്ട് ഒന്നാമത്തെ വരി ഒഴിച്ചാൽ, ഈ 6 ലക്ഷം എന്നുള്ള ഒഴിച്ചാൽ ബാക്കി കിട്ടുന്നത് 94,575. ഈ ഒന്നാമത്തെ വരി ഒഴിച്ചാൽ നമുക്ക് കിട്ടുന്നത് പലിശ മാത്രമാണ്. ചിലപ്പോൾ PSC ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മൊത്തം എത്ര കിട്ടുമെന്നല്ലേ, പലിശ എത്ര കിട്ടുമെന്ന് മാത്രം ചോദിക്കാം. എന്ന് വെച്ചാൽ ഒന്നാമത്തെ വരി എടുക്കേണ്ടത് 6 ലക്ഷം എടുക്കേണ്ടത്, ബാക്കി 94,575. ഇനി പലിശ മുതലും ചേർക്കുകയാണെങ്കിൽ എത്ര കിട്ടുമെന്ന് വെച്ചാൽ ഒന്നാമത്തെ വരി തൊട്ട് എടുക്കണം. അപ്പോൾ ഈ 1 ഗുണം 6 ലക്ഷം, അപ്പോൾ 6 ലക്ഷം എഴുതണം. 3 ഗുണം 30,000 90,000. 3 ഗുണം 1,500 4,500. 1 ഗുണം 75 എല്ലാവരും കൂട്ടുക. 6,94,575 രൂപ എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, കിട്ടാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ. ഇക്വേഷൻ ചെയ്യുവാണെങ്കിൽ നല്ല സമയം എടുക്കും. കുറേ സ്റ്റെപ്പുകൾ ചെയ്ത് ഗുണിച്ച് ഹരിച്ച് നമ്മുടെ ഉപ്പാട് വരും. ഇതാകുമ്പോൾ വളരെ സിമ്പിളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഇതിൻ്റെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ 3% എന്നൊക്കെ പറയുന്ന 2%, 7% എന്നൊക്കെ പറയുമ്പോൾ ഇത് ഭയങ്കര പാടായിരിക്കും, ഇത് എളുപ്പമായിരിക്കും. അതിലും ഇത് ഏതാണ് നമ്മുടെ അർദ്ധവാർഷികം, പാദവാർഷികം, ഹാഫ് ഇയർലി, ക്വാർട്ടർലി ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ഹാഫ് ഇയർലിയും ക്വാർട്ടർലി ഒക്കെ ചോദിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഈ ട്രിക്കായിരിക്കും. ഇത് ഇക്വേഷൻ വളരെ സമയം എടുക്കും. ഓക്കെ ആണല്ലോ? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ജിയോമെട്രി പ്രോഗ്രഷന്റെ 5ാം പദവും 8ാം പദവും യഥാക്രമം 27ഉം 729 അതിന്റെ 11ാം പദം എത്രയാണ്? എന്താണ്? ഓക്കെ ആണല്ലോ? ഒരു ജിയോമെട്രി പ്രോഗ്രഷന്റെ 5ാം പദവും 8ാം പദവും എത്രയാണ്? യഥാക്രമം 27ഉം 729 ഇതിന്റെ 11ാമത്തെ പദം എത്ര? 11ാം പദം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ജിയോമെട്രി പ്രോഗ്രഷന്റെ എന്താണ്? ഒരു ജിയോമെട്രി പ്രോഗ്രഷന്റെ GP ആണ് ഇവിടെ പറയുന്നത്. ഈ 5ാം പദവും 8ാം പദവുമാണ് ഇവിടെ തന്നേക്കുന്നത്. നമുക്ക് 11ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 5ാം പദവും 8ാം പദവും തന്നിട്ടുണ്ട്, 11ാം പദം. ജിയോമെട്രി പ്രോഗ്രഷന്റെ പ്രത്യേകത, ജിയോമെട്രി പ്രോഗ്രഷന് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടി പോകുന്ന ശ്രേണിയെ നമ്മൾ വിളിക്കുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ AP എന്ന. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടിക്കൂട്ടി പോകുന്ന ശ്രേണിയെ നമ്മൾ വിളിക്കുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയും. ജിയോമെട്രി പ്രോഗ്രഷൻ അങ്ങനെയല്ല. ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ ഗുണിച്ചു പോകുന്ന ശ്രേണിയെ നമ്മൾ വിളിക്കുന്നവരാണ് ജിയോമെട്രി പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ കൂട്ടി പോകുന്ന ശ്രേണിയെ നമ്മൾ പറയുന്നത് സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നും, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരേ സംഖ്യ തന്നെ ഗുണിച്ചു പോകുന്ന ശ്രേണിയെ നമ്മൾ പറയുന്നത് ജിയോമെട്രി പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ APയും GPയും. ഓക്കെ, ഒരു കൂട്ടിപ്പോയാൽ AP, ഗുണിച്ചു പോയാൽ GP. അപ്പോൾ ഒരേ സംഖ്യ തുടങ്ങി ഒരേ സംഖ്യ കൂട്ടി പോകുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ AP, ഗുണിച്ചു പോകുന്നത് GP. അപ്പോൾ ഈ APയുടെയും GPയിലും ആദ്യ പദത്തെ നമ്മൾ A എന്ന് എടുക്കുന്നത്. ആദ്യ പദത്തെ A ആണ്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ A ആണ്. ഇനി APക്കകത്ത് അരിത്തമെറ്റിക് പ്രോഗ്രഷനകത്ത് അതിന്റെ പൊതു വ്യത്യാസത്തെ നമ്മൾ D എന്നാ പറഞ്ഞത്. കോമൺ ഡിഫറൻസ് എന്നുള്ള ഉത്തരവ് D ആണ് ഉപയോഗിക്കുന്നത്. കോമൺ ഡിഫറൻസ് D ആണ് ഉപയോഗിക്കുന്നത്. പക്ഷേ GPക്കകത്ത് ഒരു പക്ഷേ ഉപയോഗിക്കുന്നത് R എന്നാണ് ഉപയോഗിക്കുന്നത്. കോമൺ റേഷ്യോ എന്നാണ് പറയുന്നത്. കോമൺ റേഷ്യോ R എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി പദങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എല്ലാത്തിനകത്ത് N തന്നെ, N തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ APയുടെ n-ാം പദം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ, GPയുടെ n-ാം പദം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ AR⁻n−1. GPയുടെ n-ാം പദം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ എന്തോ AR⁻n−1. അപ്പോൾ ഒരു ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ GPയുടെ n-ാം പദം കണ്ടുപിടിക്കാൻ ലൊക്കേഷൻ AR⁻n−1 ആണ്. ഇനി നോക്കാം, നമുക്ക് ഒന്നാമത്തെ പദമായ Aയുടെ കൂടെ കോമൺ ഡിഫറൻസ് അല്ല കോമൺ റേഷ്യോ പൊതു ഗുണിതം ഒരു പ്രാവശ്യം ഗുണിച്ചാൽ AR എന്ന് വെച്ചാൽ 2-ാം പദം കിട്ടും. ഇനി ഒന്നാമത്തെ പദത്തിലൂടെ കോമൺ റേഷ്യോ 2 വട്ടം ഗുണിച്ചാൽ AR² 3-ാം പദം കിട്ടും. മനസ്സിലായല്ലോ? ഇവിടെ ഒന്നാണെങ്കിൽ 2-ാം പദം. R എന്ന് വെച്ചാൽ R⁻1 എന്ന് വെച്ചാൽ 2-ാം പദം. 2 വട്ടം ഗുണിച്ചാൽ 3-ാം പദം AR². വേണ്ടേ?
മൂന്നോട്ടം ഗുണിച്ച് എ ഇൻറ്റു ആർ ഇൻറ്റു ആർ ഇൻറ്റു ആർ എ ആർ ക്യൂബ് എന്ന് കിട്ടും. ഇതാണ് നാലാം പദം. അപ്പൊ അഞ്ചാം പദം കണ്ടുപിടിക്കണോ? ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ പൊതുഗുണിതം 4 പ്രാവശ്യം ഗുണിക്കണം. 1 2 3 4 എ ആർ റൈസ് ടു 4 ഇതെന്ന് പറയുന്നതാണ് അഞ്ചാം പദം. അപ്പൊ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം എത്ര പ്രാവശ്യം? ഒരു വട്ടം ഗുണിച്ചാൽ രണ്ടാം പദം, പൊതുവ്യത്യാസമല്ല പൊതുഗുണിതം. ഒരു വട്ടം ഗുണിച്ചാൽ രണ്ടാം പദം, 2 വട്ടം ഗുണിച്ചാൽ മൂന്നാം പദം, 3 വട്ടം ഗുണിച്ചാൽ നാലാം പദം, അങ്ങനെ പോകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എന്തുവാ? ഒന്നാം പദം എ ആണ്, പൊതുഗുണിതം ആർ ആണ്. ഒരു വട്ടം ഗുണിച്ചാൽ എ റൈസ്, 2 വട്ടം ഗുണിച്ചാൽ ആർ സ്ക്വയർ, 3 വട്ടം ഗുണിച്ചാൽ ആർ ക്യൂബ്, 4 വട്ടം ഗുണിച്ചാൽ ആർ റൈസ് ടു 4 ഇങ്ങനെ വരും. എ ആർ റൈസ് ടു 4. ഓക്കെ, അഞ്ചാം പദം, നാലാം പദം, മൂന്നാം പദം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആവുന്നേ? ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കാൻ പോകും, ഇവിടെ എടുത്ത് ഉപയോഗിക്കാൻ പോകും, ഈ കൺസെപ്റ്റ് ഉപയോഗിക്കാൻ പോകും. ഓക്കെ, നോക്കി നമുക്കിവിടെ ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ അഞ്ചാം പദവും എട്ടാം പദവും ഇവിടെ തന്നിട്ടുണ്ട്. അഞ്ചാം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? അഞ്ചാം പദം ഒന്നാമത്തെ പദത്തിലൂടെ പൊതുഗുണിതം 4 പ്രാവശ്യം ഗുണിക്കുന്നതിലൂടെ അഞ്ചാം പദം എ ആർ റൈസ് ടു 4 4 പ്രാവശ്യം ഒന്നാമത്തെ പദത്തിലൂടെ പൊതുഗുണിതം 4 പ്രാവശ്യം ഗുണിക്കുന്നതാണ് അഞ്ചാം പദം. ഓക്കെ ആണല്ലോ? അപ്പൊ എ ആർ റൈസ് ടു 4 എന്ന് പറയുന്നതാണ് അഞ്ചാം പദം. അത് ഓൾറെഡി ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, 27. ഓക്കെ, ഇനി എന്താണ് അടുത്ത? എന്താണ് പറയുന്നത്? ഒന്നാമത്തെ പദത്തിന്റെ കൂടെ പൊതുഗുണിതം എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം ഗുണിക്കുന്നതാണ് എട്ടാം പദം. അപ്പൊ എട്ടാം പദം നമുക്ക് ഇതാണ് അഞ്ചാം പദമാണേ. അടുത്ത എട്ടാം പദം നോക്കാം. എട്ടാം പദം ഒന്നാമത്തെ പദമായ എയുടെ കൂടെ പൊതുഗുണിതം എത്രയാണ്? 7 പ്രാവശ്യം ഗുണിക്കുന്നതാണ് എട്ടാം പദം. എട്ടാം പദം ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. എത്ര? 729 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത്ര ഓക്കെയാണ്. അപ്പൊ നമുക്ക് ഒന്നുമില്ല. അപ്പൊ ഒന്നാമത്തെ പദത്തിന്റെ കൂടെ പൊതുഗുണിതം 4 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് അഞ്ചാം പദം കിട്ടുന്നത്. ഓക്കെ ആണേ? അഞ്ചാം പദം 27. ഇനി ഒന്നാമത്തെ പദത്തിലൂടെ പൊതുഗുണിതം എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം ഗുണിക്കുമ്പോഴാണ് എട്ടാം പദം കിട്ടുന്നത്. അതും കിട്ടിയിട്ടുണ്ട്, 729. ഞാൻ ഇവിടെ ഒരു ചെറിയ മാറ്റം ഒന്ന് വരുത്തുമ്പോൾ, ചെറിയൊരു പരിപാടി നടത്തുമ്പോൾ നമ്മൾ കോമൺ റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ, കോമൺ റേഷ്യോ 6 കണ്ടുപിടിക്കണം. നമുക്ക് 6 എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം, എങ്കിലും നമുക്കിത് ചെയ്യാൻ പറ്റും. ആദ്യം 6 കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കണേ? എ ആർ റൈസ് ടു 7 ഞാൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. എ ആർ റൈസ് ടു 7 എ ആർ റൈസ് ടു 4 ഇൻറ്റു ആർ ക്യൂബ് എന്ന് ഞാൻ അങ്ങ് എഴുതാൻ പോവാം. എ ആർ റൈസ് ടു 4 ഇൻറ്റു ആർ ക്യൂബ് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് 729 എന്ന് ഞാൻ അങ്ങ് എഴുതാൻ പോവാം. എന്താ ഇങ്ങനെ എഴുതുന്ന വെച്ചാൽ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ സമം എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ഏതിനകത്തെയാ? നമ്മുടെ എക്സ്പോണൻസ് കൃത്യങ്ക നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തെയാണ്. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ സമം എ റൈസ് ടു എം പ്ലസ് എൻ. ഒരേ ബേസുള്ള 2 സംഖ്യകൾ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ട് ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടാം. ഉദാഹരണം 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ടു 2. 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ടു 2 നമുക്ക് എങ്ങനെ എഴുതാം? 2 റൈസ് ടു 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 2 റൈസ് ടു 5 എന്ന് എഴുതാം. എന്നല്ല, ഇവിടുത്തെ ബേസ് 2 ഇവിടുത്തെ ബേസ് 2 ആയതുകൊണ്ട് രണ്ടിടത്തും കോമൺ ആയിട്ട് 2 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവറായ 3യും 2 കൂടെ കൂട്ടുമ്പോൾ 2 റൈസ് ടു 5 എന്ന് എഴുതാം. അപ്പൊ 2 റൈസ് ടു 5 എങ്ങനെ എഴുതാം? 2 റൈസ് ടു 3 പ്ലസ് 2 അല്ലെങ്കിൽ 2 റൈസ് ടു 3 ഇൻറ്റു 2 റൈസ് ടു 2 എന്ന് എഴുതാം. രണ്ടും ഒരു ഉത്തരം തന്നെ കിട്ടത്തുള്ളൂ. രണ്ടും ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. 5ന്റെ ക്യൂബ് 8, അല്ല സോറി 2ന്റെ ക്യൂബ് 8, 2ന്റെ സ്കോർ 4, 8 4 32. 2 റൈസ് ടു 5 എന്ന് പറഞ്ഞാൽ 2ന് 5 പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ 2 2 4 8 16 32. 32 എടുത്തു. ഉത്തരം മാറത്തില്ല. ഇവിടെ നോക്കിയേ, 2ന് 5 പ്രാവശ്യം എഴുതി ഗുണിക്കാന്നതിന്റെ അർത്ഥം 32. ഇത് 2ന്റെ ക്യൂബ് 8, 2ന്റെ സ്ക്വയർ 4, 8 4 32. രണ്ടാലും ഉത്തരം തന്നെ. എന്ന് വെച്ചാൽ ഇങ്ങനെ 2 രീതി എഴുതിയാലും വില മാറത്തില്ല. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എ ആർ റൈസ് ടു 4ന്റെ ആർ ക്യൂബ് എന്ന് പറയുന്നതാണ് 729 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തുവാ? ഈ എ ആർ റൈസ് ടു 4 ആർ ക്യൂബ് ഇവിടെ നോക്കാം. എ ആർ റൈസ് ടു 4 ഇൻറ്റു ആർ ക്യൂബ്. ഓക്കെ ആണല്ലോ? നമുക്ക് എന്താ ഇതേ ഇക്വേഷൻ ഉണ്ട്. ഇവിടുത്തെ 6 അല്ലേ രണ്ടിടത്തും, പൊതുവായിട്ട് 6 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവർ ആയ 4 3 കൂടെ കൂട്ടാം. 4 3 കൂടെ കൂട്ടിയുണ്ട്. എ റൈസ് ടു എമ്മിന്റെ എ റൈസ് ടു, ഇവിടെ 6 രണ്ടിടത്തും കോമൺ ആയിട്ട് 6 എടുത്തുകൊണ്ട് 4 3 കൂടെ കൂട്ടി 7. അപ്പം എന്താണ്? എ ആർ റൈസ് ടു 7 എന്നുള്ള ഉത്തരം തന്നെ കിട്ടും. എ റൈസ് ടു 7 എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ആർ റൈസ് ടു 7ന്റെ മറ്റൊരു രൂപമാണ് നമ്മൾ എഴുതിയിട്ടേക്കുന്നത്. ക്ലിയർ? ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ എ ആർ റൈസ് ടു 4ന്റെ വില നമ്മൾ താണ്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എ ആർ റൈസ് ടു 4ന്റെ വില
കണ്ടോ A6/4 വില എത്രയാണ് 27 എന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് 27 നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ 27 മാറ്റിയിട്ട് പകരം വിലയായ 27 കൊടുക്കുക 27 ഇൻറ്റു R³ = 729 എന്ന് കിട്ടി 729 ഇനി 27 ഇവിടെ ഗുണിച്ചേക്കല്ലോ പുറത്ത് വരുമ്പോൾ ഹരിക്കാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം R³ = 729 ഡിവൈഡഡ് ബൈ 27 729 ഡിവൈഡഡ് ബൈ 27 നമുക്ക് മേളിലും താഴെ എന്ത് ചെയ്യാം 9 ചരിക്കാം 9 ചരിക്കുമ്പോൾ 9 27 9 8 72 1 9 81 81 3 ചരിക്കുമ്പോൾ 27 എന്ന് കിട്ടും ഓക്കെ 27 R³ എന്ന് പറയുന്നത് 27 R³ എന്ന് പറയുന്നത് 27 എന്ന് കിട്ടി R³ 27 എന്ന് കിട്ടി R³ വില 27 കിട്ടി അപ്പൊ R-ന്റെ വില എന്തായിരിക്കും √27 ആയിരിക്കും 27 R-ന്റെ വില കണ്ടുപിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇനി R കണ്ടുപിടിക്കണമെങ്കിൽ R-ന്റെ വില കണ്ടുപിടിക്കണം R = √27 27ന്റെ √ എന്ന് വെച്ചാൽ 3 കിട്ടും R-ന്റെ വില കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല R-ന്റെ വില 3 എന്നാണ് കിട്ടുന്നത് നമുക്ക് R³ കിട്ടിയാലും ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും R³ കിട്ടിയാൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാം അപ്പോൾ R³ = 27 ആണ് R = 27ന്റെ √ എടുത്താൽ 27ന്റെ √ 3 അപ്പൊ നമ്മുടെ ഇവിടുത്തെ R-ന്റെ വില എന്ന് വെച്ചാൽ 3 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടും നമുക്ക് 3 എന്നുള്ള ഉത്തരം കിട്ടും നമ്മൾ അതില്ലെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റും ഇനി എന്താ പറയുന്നത് നമുക്ക് വേണ്ടത് 11ാമത്തെ പദം 11ാമത്തെ പദം 11ാം പദം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് 11ാം പദം കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുഗുണിതം 11ാം പദം കണ്ടുപിടിക്കണമെങ്കിൽ 11ാമത്തെ ഗുണിതത്തിലൂടെ പൊതുഗുണിതം 10 വട്ടം ഗുണിക്കണം മനസ്സിലായല്ലോ 10 വട്ടം അതിലൂടെ 11ാം പദം 11ാം പദം എന്ന് വെച്ചാൽ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുഗുണിതം 10 വട്ടം ഗുണിക്കുമ്പോഴാണ് 11ാമത്തെ പദം കിട്ടുന്നത് ഓക്കെ ആണല്ലോ നമുക്ക് എഴുതാം A6/10 ആണ് വേണ്ടത് A6/10 എന്ന് പറഞ്ഞതാണ് 11ാം പദം അപ്പൊ നമുക്ക് എഴുതാം A6/10 നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താലോ A6/10 A6/7 ഇൻറ്റു R³ എന്ന് എഴുതാം A6/7 ഇൻറ്റു R³ കാര്യം എന്താ 7 3 കൂട്ടുമ്പോൾ 10 ഈ കേസ് 4 3 കൂടുമ്പോൾ 7 എന്ന് കിട്ടിയല്ലേ ഈ A6/10 കിട്ടണമെങ്കിൽ A6/10 10 കിട്ടണമെങ്കിൽ A6/7 ഇൻറ്റു R³ എന്ന് എഴുതാം എന്നുവെച്ചാൽ എന്തുവാ A6/7 പിന്നെ ഇവിടുത്തെ A6/7 ഇൻറ്റു R³ അപ്പൊ A/m ഇൻറ്റു A/n സമം A/m+n എന്ന് എഴുതുന്ന പോലെ ഈ 7 3 കൂട്ടുമ്പോൾ നമുക്ക് ഇവിടെ 10 കിട്ടും ഇനി നമുക്ക് എങ്ങനെ എഴുതാം ഓക്കെ ആണല്ലോ ഇതാണ് നമ്മുടെ എന്താന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ 11ാം പദം എന്ന് പറയുന്നത് 11ാം പദം ഓക്കെ 11ാം പദം ഓക്കെ ഇനി നമുക്ക് ഇത് കണ്ടുപിടിക്കാം ഇവിടെ A6/7 എന്ന് 8ാം പദം അത് ഓൾറെഡി A6/7 എന്നുള്ളതാണ് ഇവിടെ കിടപ്പുണ്ട് A6/7 എന്നുള്ളത് ഓൾറെഡി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എത്ര 729 തന്നിട്ടുണ്ട് നമുക്ക് എഴുതാം 729 ഇൻറ്റു മനസ്സിലായി 720 A6/7 എന്ന് വെച്ചാൽ 729 ഇൻറ്റു ഇനി എന്ത് വേണം ഒരു R³ കൂടെ വേണം ആ R³ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്ര 27 അതാ ഞാൻ പറഞ്ഞത് ഇവിടെ 6 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല അതായത് ചിലർ 6 കണ്ടുപിടിച്ച് തന്നെ ചെയ്യും ഇവിടെ 6 കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല R³ എന്ന ഫോമിലോട്ട് നമുക്ക് ഇനി എഴുതാൻ പറ്റുന്നതുകൊണ്ട് ഇങ്ങനെ എഴുതി പോയാലും കുഴപ്പമില്ല ഇനി 6 കണ്ടുപിടിച്ചാൽ ഇവിടെ 3 എഴുതണം 3ന്റെ ക്യൂബ് എന്ന് എഴുതിയാൽ 27 അപ്പൊ 3ന്റെ ക്യൂബ് ഇവിടെ കൊടുത്ത് നമ്മൾ 6 എന്ന് വെച്ചാൽ 3 അപ്പൊ 3ന്റെ ക്യൂബ് 27 തന്നെ വീണ്ടും നമ്മൾ എഴുതേണ്ടി വരും ഞാൻ അത് ചെയ്യാതെ R³ തന്നെ ചെയ്തു ഇനി എന്താ ചെയ്യേണ്ടത് ഈ പറഞ്ഞേക്കനെ 729 27 വെച്ചൊന്ന് ഗുണിച്ചാൽ 729 27 വെച്ചൊന്ന് ഗുണിക്കാം 729 27 അല്ലേ ഓക്കെ 9 7 63 3 9 7 63 3 ഇഷ്ടം 6 7 14 14 6 20 0 ശിഷ്ടം 2 20 ഇഷ്ടം 2 7 49 2 51 ഇരുമ്പോ 18 8 ശിഷ്ടം 1 2 4 1 5 7 14 ഓക്കെ ആണല്ലോ 3 8 6 9 1 19 683 ആൻസർ 19 683 ആണ് 19 എ ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഓക്കെ അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം നമുക്കിവിടെ
ഇവിടെ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയുടെ എത്രാം പദമാണ്? 5ാം പദവും തന്നിട്ടുണ്ട്, 8ാം പദവും തന്നിട്ടുണ്ട്, 11ാം പദം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സമാന്തര ശ്രേണിയല്ല, സമഗുണിത ശ്രേണിയുടെ ഓക്കെ ജോമെട്രിക് പ്രോഗ്രഷന്റെ ഓക്കെ. അപ്പൊ നമുക്ക് നോക്കേണ്ടത് ഒരു ജോമെട്രിക് പ്രോഗ്രഷന്റെ n-ാം പദം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ar⁻n-1. ഈ ഒന്നാമത്തെ ടേമിന്റെ കൂടെ പൊതുഗുണിതം ഒരു വട്ടം ഗുണിക്കുമ്പോൾ രണ്ടാമത് ഗുണിക്കുമ്പോൾ രണ്ടാം പദം, രണ്ടു വട്ടം ഗുണിക്കുമ്പോൾ മൂന്നാം പദം, മൂന്ന് വട്ടം ഗുണിക്കുമ്പോൾ നാലാം പദം. അപ്പൊ എന്താ നമുക്കിവിടെ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുഗുണിതം 4 വട്ടം ഗുണിക്കുമ്പോഴാണ് 5ാം പദം കിട്ടുക. 4 വട്ടം. അപ്പൊ ar⁴ ആണ് 5ാം പദം. അത് ഓൾറെഡി തന്നിട്ടുണ്ട് 27. ഇനി 8ാം പദം കണ്ടുപിടിക്കാൻ ഒന്നാമത്തെ പദത്തിലൂടെ പൊതുഗുണിതം 7 പ്രാവശ്യം ഗുണിക്കാം. അപ്പൊ ar⁻7 ആണ് 729. ഇനി ഈ ar⁻7 നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, അപ്പൊ ar⁻7 ar⁴ ഇൻറ്റു നമുക്ക് എന്താ എഴുതാം? r³ എന്ന് ar⁻7 ഇൻറ്റു r³ ഇങ്ങനെ എഴുതുന്നതാണ്. നമുക്ക് എന്താ എഴുതാം? ar⁻7 r³ എന്നാണ് വെച്ചാൽ 729. 729. ഇനി ar⁻4 ഓൾറെഡി നമുക്കറിയാം 27. അപ്പൊ 27 ഇൻറ്റു r³ = 729. അപ്പൊ r³ = 27 ഗുണിച്ച് പുറത്ത് ഹരിക്കുമ്പോൾ 27 എന്ന് കിട്ടും. നമുക്ക് എത്ര കിട്ടി? 27ന്റെ സ്ക്വയർ ആണ് 729 എന്ന് പറയുന്നത്. r³ = 729. അപ്പൊ r³ 729 6 കണ്ടുപിടിക്കുക. അതിന്റെ ക്യൂബ് മാറ്റണം. ഇപ്പുറ സംഖ്യയുടെ ക്യൂബ് റൂട്ട് എടുത്താൽ അത് 3 എന്ന് കിട്ടും. നമുക്ക് അത് ഇല്ലേലും കുഴപ്പമില്ല. അപ്പൊ 11ാം പദം എന്ന് വെച്ചാൽ 5ാം പദം ar⁻4 ആണ്, 8ാം പദം ar⁻7 ആണ്. അപ്പം 11ാം പദം ar⁻10 ആയിരിക്കണം. അപ്പൊ ar⁻10 ആണ് 11ാം പദം. ഈ r⁻10 നമുക്ക് എഴുതാം ar⁻7 ഇൻറ്റു r⁻3 എന്ന് എഴുതാം. ar⁻7 ഇൻറ്റു r⁻3 എന്ന് എഴുതാം. ഓക്കെ, ar⁻7 എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 720. അപ്പൊ ആ 729 ഞാൻ ഇവിടെ അങ്ങ് കൊടുത്തു. 729 ഇൻറ്റു r³ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 27. തമ്മിൽ ഗുണിച്ചു 19,683 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു കാറിന്റെ ചക്രത്തിന്റെ വ്യാസം 77 സെന്റിമീറ്റർ ആണ്. 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ കാർ എത്ര മീറ്റർ ദൂരം നീങ്ങിയിരിക്കും? ഓക്കെ, ഒരു കാറിന്റെ ചക്രത്തിന്റെ വ്യാസം, ഒരു ചക്രം വരച്ചാൽ ഇതിന്റെ വ്യാസം എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ഈ മൊത്തം നീളത്തെ നമ്മൾ വ്യാസം എന്ന് പറയുന്നത്. ഈ വ്യാസം എന്ന് പറയുന്നതാണ് അവർ എത്ര എന്ന് പറയുന്നുണ്ട്? 77 എന്ന് പറയുന്നുണ്ട്. 77. ഓക്കെ, 77 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ വ്യാസം എന്ന് പറയുന്നത് 77 സെന്റിമീറ്റർ എന്ന് കിട്ടി. വ്യാസം 77 സെന്റിമീറ്റർ. ഈ വ്യാസത്തിന്റെ പകുതിയാണ് ആരം. വ്യാസത്തിന്റെ പകുതി. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ളതാണ് ആരം. അപ്പൊ ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് 77ന്റെ പകുതി. ഇത്ര ഓക്കെ ആണല്ലോ? അപ്പൊ വ്യാസം 77 ആണെങ്കിൽ ആരം എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും, 77ന്റെ പകുതി. ഓക്കെ, നമ്മൾ പകുതി എടുക്കുന്നത് 77ന്റെ പകുതി ഇത്രയും സെന്റിമീറ്റർ. ശ്രദ്ധിച്ചോണേ, യൂണിറ്റ് ഒക്കെ ശ്രദ്ധിച്ചോണേ, സെന്റിമീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് ഒരു ചക്രത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് 77 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്റർ ഓക്കെ ആണല്ലോ? ഓക്കെ, 77 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അത് 1000 പ്രാവശ്യം കറങ്ങുമ്പോൾ എത്ര മീറ്റർ ദൂരം നീങ്ങും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരു ചക്രം അറിഞ്ഞിരിക്കേണ്ട ഒരു ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് അതിന്റെ ചുറ്റളവാണ്, അല്ലെങ്കിൽ അതിന്റെ പെരിമീറ്റർ ആണ്, അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് അതിന്റെ ചുറ്റളവ്, അല്ലെങ്കിൽ പെരിമീറ്റർ, അല്ലെങ്കിൽ സർക്കംഫറൻസ് ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഒരു ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് അതിന്റെ ചുറ്റളവ്, അല്ലെങ്കിൽ പെരിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 2πr. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 2πr ആണ്. വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2πr ആണ്. അപ്പൊ ഈ ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കും എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ചുറ്റളവായ 2πr കണ്ടാൽ മതി. അപ്പൊ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. 2πr 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7. 2 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു ആരം എന്ന് പറയുന്നത് 77/2. ഇത്രയും അങ്ങ് എഴുതി. 77/2. അപ്പൊ 2πr 2 ഇൻറ്റു പൈയുടെ വില 22/7 ഇൻറ്റു ആരം എന്ന് വെച്ചാൽ 77/2. ഇത്രയും ഓക്കെ ആണല്ലോ? ആരം എഴുതി. ഇനി ഒന്ന് കൊടുക്കാം. 1 7 7 11 7 77. 1 2 2
ഓക്കെ 11 2 22 ഓക്കെ ആണല്ലോ. അപ്പം ഇതിലെ ചുറ്റളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 11 ഗുണം 11 120 121 ഗുണം 2 242 220 11 ഗുണം 11 121 121ന്റെ ഇരട്ടി 242 ഈ 242 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഈ 242 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരമാണ്. ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരമാണ് 242 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അതല്ല, ആ ചക്രം 1000 തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരമാണ്. ചക്രം 1000 തവണ കറങ്ങുമ്പോൾ, ഇത് ഒരു തവണ കറങ്ങുമ്പോഴാ. അപ്പൊ 1000 തവണ കറങ്ങുമ്പോഴെന്താ 1000 × 242 എന്നുണ്ട്. 1000 × 242 ഒരു തവണ ഇറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം 242 ആണ്. 1000 തവണ ഇറങ്ങുമ്പോൾ 1000 × 242 എത്ര കിട്ടും? 24,000 100 1000 16 ലക്ഷം 2,42,000 സെന്റിമീറ്റർ എന്ന് കിട്ടും. 2,42,000 സെന്റിമീറ്റർ എന്ന് കിട്ടും. 1000 ഒരു തവണ ഇറങ്ങുമ്പോഴാണ് 242. ഓക്കെ, അപ്പൊ 2,00,000 എത്രയാണ്? 2,42,000 സെന്റിമീറ്റർ എന്നുള്ളത്. 2,42,000 സെന്റിമീറ്റർ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്. ഇത് 1000 തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം സെന്റിമീറ്ററിലുമാണ് പറഞ്ഞിരിക്കുന്നത്. എത്രയാണ്? സെന്റിമീറ്ററിലുമാണ്. 1000 തവണ ഇറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം ഇതെന്തിലാണ് പറഞ്ഞിരിക്കുന്നത്? സെന്റിമീറ്ററിലാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എത്ര സെന്റിമീറ്റർ എന്നല്ല ചോദിച്ചേക്കുന്നത്, എത്ര മീറ്റർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ. ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്റർ? 100 സെന്റിമീറ്റർ. ഒരു മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ. അപ്പൊ ഇതിനെ സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 2,42,000 നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 2 0 വിട്ട് 2420 മീറ്റർ എന്ന് വെച്ചാൽ ഒരു മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ. ഒരു മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ. അപ്പൊ സെന്റിമീറ്ററിലെ മീറ്ററിലേക്ക് വെച്ചാൽ 2420 മീറ്റർ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര മീറ്റർ എന്നാണ്. നമ്മുടെ എ ഓപ്ഷൻ ആണ് 2420 ഓക്കെ 2420 സെന്റിമീറ്റർ 2420 മീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. ഒന്നുകൂടെ പറയാം, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു ചക്രത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് 77 സെന്റിമീറ്റർ ആണ്. വ്യാസം ഡയമീറ്റർ 77 സെന്റിമീറ്റർ ആണ്. ഈ ചക്രം എത്ര തവണയാ? 1000 തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് അതിന്റെ ചുറ്റളവാണോ? ഒരു തവണ ഇറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എന്റെ ചുറ്റളവ. ഒരു തവണ ഇറങ്ങുമ്പോൾ എത്ര ദൂരം സഞ്ചരിക്കാൻ? ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 2πr ആണ്. ഓക്കെ, വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ 2πr ആണ്. 2πr. ഓക്കെ നമുക്ക് 2πr ആണ് വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ചുറ്റളവ് 2 × പൈയുടെ വില 22/7 ഇൻറ്റു ആരം വ്യാസത്തിന്റെ പകുതി 77ന്റെ പകുതി 77/2 വെട്ടുമ്പോൾ നമുക്ക് 242 സെന്റിമീറ്റർ. അതിന്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 242 സെന്റിമീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അതിന്റെ ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്നില്ല, 1000 തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം. ഓക്കെ, 1000 തവണ ഇറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ഇൻറ്റു 1000 കൊടുക്കുമ്പോൾ 2,42,000 സെന്റിമീറ്റർ എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അതുമല്ല, അത് എത്ര മീറ്റർ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റു ഡിവൈഡഡ് ബൈ 100. ഒരു മീറ്റർ എന്ന് വെച്ചാൽ 100 സെന്റിമീറ്റർ ഡിവൈഡഡ് ബൈ 100 കൊടുക്കുമ്പോൾ 2,420 മീറ്റർ എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ ആണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഒരു ഫർണിച്ചർ തോമസ് 4,800 രൂപയ്ക്ക് വാങ്ങി. അത് പോളിഷ് ചെയ്യാൻ 1,200 രൂപ ചെലവായി. അത് 5,400 രൂപയ്ക്ക് വിറ്റാൽ അയാളുടെ ലാഭമോ നഷ്ടമോ എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ ആണല്ലോ. ഇത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇത് ക്യാൻസൽ ആയ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഇതിനകത്തില്ല. ഓക്കെ, എങ്കിലും നമ്മളങ്ങ് ആൻസർ ചെയ്യും. ഇത് ഈ രീതിയൊക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളത്, അതുകൊണ്ട് നമ്മൾ ചെയ്യും. ഓക്കെ ആണല്ലോ. ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, തോമസ് ഒരു ഫർണിച്ചർ വാങ്ങിയ വില 4,800 രൂപയാണ്. വാങ്ങിയ വില എന്ന് പറയുന്നത് 4,800 രൂപയ്ക്കാണ് തോമസ് വാങ്ങിക്കുന്നത്. 4,800 രൂപയ്ക്കാണ് അത് വാങ്ങി. ഓക്കെ, വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ 4,800 രൂപയാണ്. ഇനി ഒരു കാര്യം ഇവിടെ അയാൾ പറയുന്നുണ്ട്, തോമസ് അത് 1,200 രൂപ കൊടുത്ത് പോളിഷ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. 1,200 കൊടുത്തത് പോളിഷ് ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്,
ഒരാൾ ഒരു സാധനത്തിന്റെ പുറത്ത് എത്ര രൂപ ചെലവാക്കിയിട്ടുണ്ടോ അതാണ് അയാളുടെ വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു സാധനത്തിന്റെ പുറത്ത് അയാൾക്ക് എന്തുമേ ചെലവായിട്ടുണ്ടോ അതെല്ലാം കൂടെ ചേർക്കുന്നതാണ് അയാളുടെ വാങ്ങിയ വില. അയാൾ എന്താണ്, തോമസ് 1400 രൂപ കൊടുത്തിട്ട്, അല്ല സോറി 4800 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷെ അയാൾ എന്തുകൂടെ ചെയ്തിട്ടുണ്ട്? 1200 രൂപ കൊടുത്ത് അത് പോളിഷും കൂടെ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 1200. അപ്പൊ അയാൾക്ക് അതിന്റെ പുറത്ത് മൊത്തത്തിൽ ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് ഈ 1200 കൂടെ കൂട്ടുന്ന 1200 രൂപയും കൂടെ കൂട്ടുന്നതാണ്. 1200 കൂട്ടുമ്പോൾ നമുക്ക് അയാൾക്ക് ചിലവാകുന്ന തുക 6000 രൂപയാണ് അതിന്റെ പുറത്തേക്ക് മൊത്തത്തിൽ ചിലവാകുന്നത്. മനസ്സിലായല്ലോ? 6000 രൂപ. അപ്പൊ 4800 രൂപ കൊടുത്ത് വാങ്ങി എന്ന് പറയാൻ മാത്രമല്ല, അയാൾ പോളിഷ് ചെയ്യാൻ വേണ്ടി എത്ര രൂപ ഉപയോഗിച്ചിട്ടുണ്ട്? 1000 പോളിഷ് ചെയ്യാൻ വേണ്ടി അയാൾ പോളിഷ് ചെയ്യാനും വേണ്ടി അയാൾ ഒരു 1200 രൂപ ചെലവാക്കിയിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് മൊത്തത്തിൽ 6000 രൂപ ചെലവായി. വാങ്ങിയ വില. ഇനി അയാൾ വിറ്റ വില എത്ര? 5400 രൂപ വിറ്റ വില. വിറ്റ വില എന്ന് പറയുന്നത് 5400 രൂപയാണ്. 5400 രൂപ വിറ്റ വില. ഓക്കെ, 6000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 6000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 6000 രൂപയ്ക്ക് വാങ്ങിയിട്ട് 5400 രൂപയ്ക്ക് അയാൾ വിറ്റു. 6000 രൂപ ചെലവാക്കി അയാൾ വാങ്ങിച്ചിട്ട് 5400 രൂപയ്ക്ക് വിറ്റാൽ എനിക്ക് ലാഭമാണോ നഷ്ടമാണോ എന്ന് വെച്ചാൽ നഷ്ടമാണ്. നഷ്ടം. ഓക്കെ, നഷ്ടം. എനിക്ക് എത്ര രൂപ നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 മൈനസ് 5400 സമം എത്ര? 600 രൂപയാണ് അയാളുടെ നഷ്ടം. എത്രയാണ്? 600 രൂപ നഷ്ടമാണ്. 600 രൂപ നഷ്ടം. ഓക്കെ ആണല്ലോ? അയാൾ എത്ര രൂപയാണ്? വാങ്ങിയ വില 4800 പ്ലസ് 1200 6000 രൂപ. അയാൾ വിറ്റ വില 5400 രൂപ. ആ കച്ചവടം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കിട്ടിയേക്കുന്നത് നഷ്ടമാണ്. എത്ര രൂപ നഷ്ടം എന്ന് വെച്ചാൽ 600 രൂപ നഷ്ടം. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ലാഭമോ നഷ്ടമോ, എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുകയാണ്. എത്ര ശതമാനം എന്ന് കണ്ടുപിടിക്കുകയാണ്. ലാഭമോ നഷ്ടമോ എത്ര ശതമാനം. നമുക്ക് ശതമാനമാണ് വേണ്ടത്, രൂപയല്ല വേണ്ടത്. ഈ 600 രൂപ രൂപയാ, 600 എന്നുള്ള രൂപയാണ്. നമുക്ക് രൂപ വേണ്ട, നമുക്ക് ശതമാനം മതി. ശതമാനം. അപ്പൊ നമ്മളെങ്ങനെ ശതമാനം കണ്ടുപിടിക്കും? ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ നഷ്ടശതമാനം കണ്ടുപിടിക്കണം. നഷ്ടശതമാനം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. നഷ്ടശതമാനം നഷ്ടം ബൈ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു നഷ്ടശതമാനം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് എന്ന് വെച്ചാൽ ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, നഷ്ടശതമാനം എന്ന് പറയുന്നത് നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ്. ലോസ് പെർസെൻറ്റേജ് ലോസ് ബൈ കോസ്റ്റ് പ്രൈസ്. നഷ്ടശതമാനം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം എന്ന് പറയുന്നത് 600 രൂപ ബൈ വാങ്ങിയ വില 6000 രൂപ ഇൻറ്റു 100 ആണ്. നഷ്ടശതമാനം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 600 രൂപ. വാങ്ങിയ വില 6000 രൂപ ഇൻറ്റു 100. നമ്മൾ ഇംഗ്ലീഷിൽ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് വെച്ചാൽ ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് പെർസെൻറ്റേജ് ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 അല്ലെങ്കിൽ നഷ്ടശതമാനം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഓക്കെ, ഏതാണ്ട് ഈ 2 0 ഈ 2 0 വെട്ടാ, ഈ 0 വെട്ടാ, 60നെ 6 വെച്ചിരിക്കുമ്പോൾ 10 എന്ന് കിട്ടും. 10% ലോസ് ആണ്. കച്ചവടത്തേക്ക് 10% ലോസ് അല്ലെങ്കിൽ നഷ്ടമാണ്. ഓക്കെ ആണല്ലോ? 10%. ഈ ഓപ്ഷനകത്ത് 10% ഇല്ലായിരുന്നു, 1% നഷ്ടമെന്നേ ഉള്ളായിരുന്നു. അതായത് 10%, ഇവിടെ ഒരു 0 ഉണ്ടായിരുന്നെങ്കിൽ 10% എന്നായിരുന്നു വേണ്ടത്. ഓക്കെ, 10% നഷ്ടം എന്നായിരുന്നു വേണ്ടത് എങ്കിൽ ആൻസർ ശരിയായനെ. ഇത് PSC ഈ ഇടയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഓപ്ഷൻ അതിൽ. അപ്പോൾ ഒരു ആലോചിച്ചോണം. നഷ്ടശതമാനം നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100 ആണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിയുടെ മകനാണ് ബി. സിയും പിയും സഹോദരിമാരാണ്. പിയുടെ അമ്മയാണ് 6. 6ന്റെ മകനാണ് എഫ്. എന്നാൽ എഫും ബിയും ഇവിടെ ആരാണ്? എഫ് ബിയുടെ ആരാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. വേറെ ആണെന്നുണ്ടല്ലോ. സിയുടെ മകനാണ് ബി. സിയുടെ മകനാണ് ബി. സിയുടെ മകനാണ് ബി. സിയും പിയും സഹോദരിമാരാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഓരോന്ന് ചെയ്യാം. സിയുടെ മകനാണ് ബി. അപ്പൊ സിയെ നമുക്ക് എഴുതാം. സിയുടെ മകനാണ് ബി. ബി പുരുഷനാണെന്നറിയാം. ബി നമുക്ക് എന്താ പറയാം? പുരുഷനാണെന്നറിയാം. സ്ത്രീ ബി പുരുഷനാണെന്നറിയാം. അതേപോലെ തന്നെ
സി എന്ന് പറയുന്നത് സ്ത്രീയാണോ പുരുഷനാണോ നമുക്ക് അറിയത്തില്ല, നമുക്ക് അത് അടുത്ത സെന്റൻസ് വായിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടത്തുള്ളൂ. അപ്പൊ ഇത് പുരുഷനാണെന്ന് നമുക്കറിയാം, ബി പുരുഷനാ. അപ്പൊ നമ്മൾ പുരുഷനായിട്ട് നമ്മളൊരു സ്ക്വയർ അങ്ങ് കൊടുക്കുക. സ്ക്വയർ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ നമ്മൾ സ്ക്വയർ കൊടുക്കുക. ഇപ്പൊ ആൺകുട്ടികളാണെങ്കിൽ ഒരു സ്ക്വയറും പെൺകുട്ടികളാണെങ്കിൽ ഒരു സർക്കിളും കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിങ്ങനെ കൊടുത്തു. ഇനി എന്താണ്, സിയും പിയും സഹോദരിമാരാണ്. അപ്പൊ സിയുടെ ഒരു സഹോദരിയാണ് പി, പിയുടെ സഹോദരിയാണ് പി. അത് മാത്രമല്ല സിയും പിയും സഹോദരിമാരാന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും സഹോദരിമാരാണ്, രണ്ടുപേരും രണ്ടുപേരും സ്ത്രീകളാണ്. ഓക്കെ, സിയുടെ സഹോദരിയാണ് പി. ഇനി പിയുടെ അമ്മയാണ് ആറ്, പിയുടെ അമ്മ. അപ്പം ആറെന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്, പിയുടെ അമ്മയാണ് ആറ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, സിയും പിയും സഹോദരിമാരാണ്, പിയുടെ അമ്മയാണ് ആറെങ്കിൽ സിയുടെ അമ്മയായിരിക്കും ആറ്. മനസ്സിലായല്ലോ, സിയുടെ അമ്മയായിരിക്കും ആറ്. ഓക്കെ, സിയും പിയും സഹോദരിമാരാണെന്ന് പറയുന്നുണ്ട്, സിയും പിയും സഹോദരിമാരാണ്, പിയുടെ അമ്മയാണ് ആറെന്ന് പറഞ്ഞാൽ സിയുടെ അമ്മയായിരിക്കും ആറെന്ന് പറയുന്നത്. വളരെ ഓക്കെ ആണല്ലോ, ക്ലിയർ ആവുന്നേ? യെസ്. ഇനി എന്താ പറയുന്നത്, ആറിന്റെ മകനാണ് എഫ്. ഇനി ആറിന് എഫ് എന്ന് പറയുന്ന ഒരു മകനുണ്ട്, ആറിന് എഫ് എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, ആറിന് എഫ് എന്ന് പറയുന്ന ഒരു മകനുണ്ട്. ഓക്കെ, ഈ ആറിന്റെ മകനാണ് എഫ്. ആറിന്റെ മകനാണ് എഫ് എങ്കിൽ, ആറിന്റെ മകനാണ് എഫ് എങ്കിൽ ആറിന്റെ മറ്റു രണ്ട് മക്കളല്ലേ സിയും പിയും, എന്ന് വെച്ചാൽ ഇവര് മൂന്ന് പേരും സഹോദരന്മാരാണ്. ആരൊക്കെ? സിയും പിയും എഫും. ആറിന്റെ മൂന്ന് മക്കളാണ് ആര്? സി, പി, എഫ്. ഇവര് മൂന്ന് പേരും എന്ന് വെച്ചാൽ ഒരാണും രണ്ട് പെണ്ണുമാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ ആറിന് മൂന്ന് മക്കളാണുള്ളത്, സി, പി, എഫ്. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. എഫ് എന്നാൽ എഫ് ബിയുടെ ആരാണ്? ഈ എഫ് എന്ന് പറയുന്നത് ബിയുടെ ആരാണ്? എഫ്. ബിയുടെ അമ്മയുടെ ആങ്ങളെയാണ്. ബിയുടെ അമ്മയുടെ ആങ്ങളെയാണ് എഫ്. അമ്മയുടെ ആങ്ങളെ നമ്മൾ അമ്മാവൻ എന്നല്ലേ പറയുന്നത്. അമ്മയുടെ ആങ്ങളെ നമ്മൾ വിളിക്കുന്നത് അമ്മാവൻ. ഓക്കെ ആണല്ലോ? അമ്മാവൻ. ഓക്കെ, നമ്മുടെ ആൻസർ അമ്മാവനാണ്. സി ഓപ്ഷൻ ആണ് ആൻസർ. മനസ്സിലായല്ലോ? അമ്മയുടെ സഹോദരൻ നമ്മൾ അമ്മാവൻ എന്ന് വിളിക്കുന്നത്, അമ്മയുടെ സഹോദരനാണ് ബി, എഫ്. അപ്പോൾ ഇവിടെ അമ്മാവനാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. സിയുടെ മകനാണ് ബി, സിയുടെ സഹോദരിയാണ്, സിയും പിയും സഹോദരിമാരാണ്. അപ്പൊ രണ്ട് പിയുടെ അമ്മയാണ് ആറ്. അപ്പൊ പിയുടെ അമ്മയാണെങ്കിൽ സിയുടെ അമ്മയായിരിക്കും ആറെന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നല്ലോ? ആറിന്റെ മകനാണ് എഫ്. ആറിന്റെ മകൻ എഫ് ആണെങ്കിൽ ആറിന്റെ മറ്റു രണ്ട് മക്കളാണ് സിയും എഫും. എങ്കിൽ ബിയുടെ ആരാണ് എഫ് എന്ന് വെച്ചാൽ ബിയുടെ അമ്മയുടെ സഹോദരൻ. ഓക്കെ ആണല്ലോ? അമ്മാവൻ. ക്ലിയർ ആവുന്നുണ്ടേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, എക്സ് വൈ എന്നിവയുടെ ഇത് ഇച്ചിരി തെളിച്ചു കുറവുണ്ട്. ഓക്കെ, എക്സ് വൈ എന്നിവയുടെ പരസ്പര പൂരകത്തിന്റെ ശരാശരി എത്ര? എക്സ് വൈ എന്നിവയുടെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എക്സ് വൈ എന്നിവയുടെ പരസ്പര പൂരകത്തിന്റെ ശരാശരി എത്ര? എക്സ് വൈ എന്നിവയുടെ പരസ്പര പൂരകത്തിന്റെ ശരാശരി. ഇതൊരു ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പരസ്പര പൂരകമൊക്കെ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവത്തില്ല. ഞാൻ അതിന്റെ കറക്റ്റ് ഇംഗ്ലീഷിനകത്ത് എക്സ് വൈ ഇവയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമം, മനസ്സിലായല്ലോ? റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമത്തിന്റെ ശരാശരി എത്ര, ആവറേജ് എത്ര എന്നാണ് ചോദിക്കുന്നത്. എക്സ് വൈ ഇവയുടെ പരസ്പര പൂരകത്തിന്റെ ശരാശരി എന്ന് വെച്ചാൽ ഇവയുടെ റെസിപ്രോക്കലിന്റെ. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ചപ്പോഴേ നമുക്ക് ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഡിഗ്രി ലെവൽ എപ്പോഴും മാത്സ് വായിക്കുമ്പോൾ എപ്പോഴും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ വായിച്ചു വെക്കണം, എങ്കിൽ അത് കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടത്തുള്ളൂ. മലയാളത്തിനകത്തൊക്കെ ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിനകത്ത് കയറ്റി ചെയ്യുമ്പോൾ പല ഇതൊക്കെ ആയിരിക്കും, നമുക്ക് അവർക്ക് അന്നേരം തോന്നുന്ന സംഭവമായിരിക്കും അവർ കയറ്റി വിടുന്നത്. ആ ഗൂഗിളിൽ അന്നേരം എന്ത് തോന്നുന്നു അതായിരിക്കും വരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോഴും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആയിരിക്കണം നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് പരസ്പര പൂരകം എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്താണ്? വിൽക്രമം അല്ലെ റെസിപ്രോക്കൽ എന്നാണ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏത് സംഖ്യയുടെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ഇപ്പൊ 5 എന്ന് എഴുതി 5ന്റെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു ഒന്നുണ്ട്. ഈ 5ന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/5 ആണ്. ഓക്കെ, എക്സ് എന്ന് എഴുതിയ എക്സിന്റെ താഴെ ഒന്നുമില്ലെങ്കിൽ ഒരു ഒന്നുണ്ട്. ഇത് തിരിച്ചിടുന്നതാണ് അതിന്റെ റെസിപ്രോക്കൽ. 1/x ആണ്. 1/x ആണ് എനിക്ക് റെസിപ്രോക്കൽ. അപ്പൊ ഏത് സംഖ്യയുടെ റെസിപ്രോക്കൽ എടുക്കാൻ പറഞ്ഞാൽ അത് തിരിച്ചിടാൻ മതി. അപ്പൊ എല്ലാ സംഖ്യയുടെ താഴെ ഒന്നും ഇല്ലെങ്കിൽ താഴെ ഒരു ഒന്നുണ്ടെന്ന് അർത്ഥം. ഓക്കെ ആണല്ലോ? നമുക്ക് ഈ സെറ്റപ്പ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. എക്സിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/x, വൈയുടെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ 1/y ആണ്. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ വിക്രമം എന്ന് പറഞ്ഞാൽ 1/y ആണ്.
ഇവയുടെ പരസ്പര പൂരകത്തിന്റെ ശരാശരി. അപ്പൊ രണ്ട് സംഖ്യ ഇവയുടെ തിരിച്ചിട്ടിട്ട് അവയുടെ റെസിപ്രോക്കൽ വിൽക്രമത്തിന്റെ ശരാശരി എത്ര? ശരാശരി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? തമ്മിൽ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക. അപ്പൊ എന്താ, ഈ രണ്ടെണ്ണത്തിന്റെയും കൂടെ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ ഇത് രണ്ടുകൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എണ്ണമായ 2 കൊണ്ട് ഹരിക്കുക. എണ്ണമായ 2 കൊണ്ട് ഹരിക്കുക. ഓക്കെ ആണല്ലോ? യെസ്, നമുക്കൊന്ന് എഴുതാം. ഓക്കെ, എക്സ് ഗുണം വൈ എന്ന് വെച്ചാൽ എക്സ് വൈ ഡിവൈഡഡ് ബൈ ഇങ്ങോട്ട് കയറ്റി ഗുണിക്കുമ്പോൾ 1 ഗുണം വൈ, ഇത് ക്രോസ് ചെയ്യാം. 1 ഗുണം വൈ എന്ന് വെച്ചാൽ വൈ പ്ലസ് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 1 ഗുണം എക്സ് എന്ന് വെച്ചാൽ എക്സ് ഡിവൈഡഡ് ബൈ താഴെ 2 ഉണ്ടല്ലോ, 2 എന്ന് വെച്ചാൽ 2/1. ഏത് സംഖ്യ എഴുതാനും താഴെ 1 ഉണ്ട്. ഇതൊരു ഭിന്നസംഖ്യ, ഇത് വേറൊരു ഭിന്നസംഖ്യ. ഒരു ഭിന്നസംഖ്യ, ഇത് വേറെ ഒരു ഭിന്നസംഖ്യ താഴെ വേറെ ഭിന്നസംഖ്യ ഹരിക്കാൻ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പൊ തിരിച്ചിടുമ്പോൾ നമുക്ക് എന്ത് എഴുതും? y പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വൈ. വായിച്ചേക്കാം. y പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വൈ. തിരിച്ചിടുമ്പോൾ 1 മേളിൽ പോവും, 2 താഴെ വരും. അപ്പൊ എന്താ, y പ്ലസ് എക്സ് ഇൻറ്റു 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ y പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് വൈ ഇൻറ്റു 2. എക്സ് വൈ ഇൻറ്റു വെച്ചാൽ 2xy എന്ന് കിട്ടും. ഇനി നിങ്ങൾ നോക്കണം, 2 പ്ലസ് 5 എന്ന് പറഞ്ഞാൽ 7. 5 പ്ലസ് 2 എന്ന് പറഞ്ഞാലും 7. അപ്പൊ 2ന്റെ കൂടെ 5 കൂട്ടിയാലും 5ന്റെ കൂടെ 2 കൂട്ടിയാലും 7 തന്നെ. ഇപ്പൊ വൈയുടെ കൂടെ എക്സ് കൂട്ടിയാലും എക്സിന്റെ കൂടെ വൈ കൂട്ടിയാലും എല്ലാം ഒരു ഉത്തരം തന്നെ ഉണ്ട്. നമുക്ക് ഓപ്ഷനകത്തുള്ള ആൻസർ പോയി എക്സിന്റെ കൂടെ വൈ കൂട്ടിയിട്ട് 2xy. ഇതാണ് ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്നത്. മനസ്സിലായി? y പ്ലസ് എക്സ് ഡിവൈഡ് ബൈ 2xy എന്നല്ലോ, എക്സ് പ്ലസ് വൈ ബൈ 2xy എന്നാണ് കൊടുത്തേക്കുന്നത്. അതെ, ഇതാണ് ഇവിടെ ഓപ്ഷനകത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഡി ഓപ്ഷൻ ആണ് എന്റെ ആൻസർ ആയിട്ട് വരുന്നത്. y പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2xy എന്ന് വെച്ചാൽ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 2xy എന്ന് വെച്ചാൽ ഈ രണ്ട് പരസ്പരം എക്സിന്റെ കൂടെ വൈ കൂട്ടിയാലും വൈയുടെ കൂടെ എക്സ് കൂട്ടിയാലും ഒരേ ഉത്തരം തന്നെ കിട്ടത്തുള്ളൂ. തിരിച്ചു മറിച്ചു എഴുതിയാലൊന്നും ഉത്തരം മാറത്തൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതുക. അതുകൊണ്ട് ഓപ്ഷൻ പ്രകാരമുള്ള ആൻസറിലേക്ക് ഞാൻ ഇതിനെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. ഒന്നുകൂടെ പറയാം, ഒന്ന് ശ്രദ്ധിച്ചോണേ. ഓക്കെ, ഒന്നുകൂടെ പറയാം. എക്സ് വൈ എന്നിവയുടെ പരസ്പര പൂരകത്തിന്റെ ശരാശരി എത്ര? പരസ്പര പൂരകം എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമത്തെ കുറിച്ചാണ്. റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിൽക്രമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യ അത് തിരിച്ചിടുന്നതാണ് അതിന്റെ വിൽക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ 1/x-ന്റെ റെസിപ്രോക്കൽ 1/x, വൈയുടേത് 1/y ആണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് തമ്മിൽ ക്രോസ് ചെയ്യാം. അപ്പൊ x ഇൻറ്റു വൈ എക്സ് വൈ, ഇതിനോട് ഒരു y ഒരു x. അപ്പൊ എന്തോ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് വൈ ബൈ 2. തുക ബൈ എണ്ണം എത്ര? 1 2 ഇല്ല, അല്ലെങ്കിൽ 1/x 1/y 2 ഇല്ലേ? തുക ബൈ എണ്ണം 2 കൊണ്ട് ഹരിക്കുക. ഇപ്പൊ ഇവിടെ താഴെ ഒരു ഭിന്നസംഖ്യ വന്നാൽ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 1 മേളിൽ പോ 2 താഴെ വരും. y പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് വൈ ബൈ 2 എന്ന്. അപ്പൊ എന്തുവാ ഇതിന്റെ 1-നെ എക്സ് വൈ കൊണ്ട് ഗുണിച്ചാൽ ഒന്നിനെ y പ്ലസ് എക്സ് കൊണ്ട് ഗുണിച്ചാൽ y പ്ലസ് എക്സ്, 2-നെ എക്സ് കൊണ്ട് ഗുണിച്ചാൽ 2xy. അപ്പോൾ ആദ്യം എക്സ് ഞാനങ്ങ് എഴുതിയെന്നേ ഉള്ളൂ, രണ്ടാമത് y. കാര്യം ഓപ്ഷനകത്ത് അങ്ങനെ എഴുതിയിരിക്കുന്ന കാര്യം 2 5 കൂടെ കൂട്ടിയാൽ 7, 5 2 കൂടെ കൂട്ടിയാൽ 7. അപ്പൊ ആദ്യം ഏത് സംഖ്യ എഴുതിയാലും ഉത്തരം 7 തന്നെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം y തന്നെ എഴുതണമെന്ന് നിയമമൊന്നുമില്ല, എക്സ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ ആണല്ലോ? ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. പിന്നെ അതേപോലെ ഇതുമാതിരി ക്വസ്റ്റ്യൻസുകൾക്ക് നിങ്ങൾക്ക് ഇനി വീണ്ടും ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക, നിങ്ങൾ ആവശ്യപ്പെടുക. നിങ്ങളുടെ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് വേണം, അല്ലെങ്കിൽ ഈ മോഡൽ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ കമന്റ് അനുസരിച്ച് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ കമന്റിനനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഈ മാതിരി ക്ലാസ്സുകൾ വേണം, അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് വേറെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഇച്ചിരി ലോ ലെവൽ ക്വസ്റ്റ്യൻ ചെയ്യണം, അല്ലെങ്കിൽ ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്ലോ ആക്കണം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം. നമ്മൾ കൂടുതൽ ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, 3 മെട്രിക് ടൺ എന്നത് എത്ര ശതമാനമാണ് 60 കിൻഡലായി വരും? മനസ്സിലായല്ലോ? ഒരു 3 മെട്രിക് ടൺ എത്ര ശതമാനമാണ് 60 കിൻഡൽ വരുമെന്ന് പറയുന്നത്? മനസ്സിലായി? 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ് 60 കിൻഡൽ? മനസ്സിലായി? 3 മെട്രിക് ടൺ, ഇത് ഇച്ചിരി ആ ക്വസ്റ്റ്യൻ അവ്യക്തമാണ്. 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ് 60 കിൻഡൽ എന്നാണ് വരയ്ക്കുന്നത്. മനസ്സിലായല്ലോ? ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് എത്ര? ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. 1000 കിലോഗ്രാം. മനസ്സിലായല്ലോ? ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം. ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം. ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം.
ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാമും ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാമോ. മനസ്സിലായല്ലോ? ഒരു മെട്രിക് ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാമും ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് 100 കിലോഗ്രാമാണ്. ഓക്കെ, അപ്പൊ നോക്കണം, ഒരു മെട്രിക് ടൺ 1000 കിലോഗ്രാം ആണെങ്കിൽ 3 മെട്രിക് ടണ്ണോ 3 ഗുണം 1000 മനസ്സിലായോ? 3000 കിലോഗ്രാം 3000 കിലോഗ്രാം. ഓക്കെ, ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണെങ്കിൽ 60 കിൻഡൽ എന്ന് വെച്ചാൽ 60 ഗുണം ഒരു കിൻഡൽ വെച്ചാൽ 100 കിലോഗ്രാം ആണ്. 60 കിൻഡൽ 60 ഗുണം 100 60 ഗുണം 60 6000 കിലോഗ്രാം 6000 കിലോഗ്രാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്താണ് ഒരു കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം, ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം. അപ്പോൾ 3 മെട്രിക് ടൺ എന്ന് വെച്ചാൽ 3000 കിലോഗ്രാം, 60 കിൻഡൽ എന്ന് പറഞ്ഞാൽ 6000 കിലോഗ്രാം. 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ് 60 കിൻഡൽ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 3 മെട്രിക് ടൺ എന്ന് വെച്ചാൽ 3000 കിലോഗ്രാം. ഈ 3000 കിലോഗ്രാമിന്റെ എത്ര ശതമാനമാണ് 60 കിൻഡൽ എന്നാണ് ചോദിക്കുന്നത്. 60 കിൻഡൽ എന്ന് വെച്ചാൽ 6000 കിലോഗ്രാം എന്നാണ് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? 6000 കിലോഗ്രാം എത്ര ശതമാനമോ ശതമാനത്തിലേക്ക് മാറ്റാൻ × 100 കൊടുത്തേക്കണം. മനസ്സിലായല്ലോ? ഒരു മെട്രിക് ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാമോ, ഒരു കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമോ. അപ്പൊ നോക്കണം, 3 മെട്രിക് ടൺ എന്ന് വെച്ചാൽ 3000 കിലോഗ്രാം, 60 കിൻഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6000 കിലോഗ്രാം. 3 മെട്രിക് ടണ്ണിന്റെ എത്ര ശതമാനമാണ് 60 കിൻഡൽ എന്നാണ് ചോദിച്ചത്. അപ്പൊ 6000 ഡിവൈഡഡ് ബൈ 3000 × 100 ഉണ്ട്. ഈ 2 പൂജ്യവും ഈ 3 പൂജ്യം ഈ 3 പൂജ്യം ഇട്ടാ 1 3 3 2 3 6 2 ഗുണം 100 200. ആൻസർ 200 ശതമാനമാണ്. എത്രയാണ്? 200 ശതമാനം. ഒന്നുകൂടെ പറയാം, ഒരു മെട്രിക് ടൺ എന്ന് വെച്ചാൽ 1000 കിലോഗ്രാം, 3 മെട്രിക് ടൺ 3000 കിലോഗ്രാം. ഈ 3000 കിലോത്തിന്റെ എത്ര ശതമാനമാണ് 60 കിൻഡൽ? ഒരു കിൻഡൽ എന്ന് വെച്ചാൽ 100 കിലോഗ്രാം, 60 കിൻഡൽ എന്ന് വെച്ചാൽ 6000 കിലോഗ്രാം. അപ്പൊ 3000ത്തിന്റെ എത്ര ശതമാനമാണ് 6000? അപ്പൊ 6000 മേളിൽ വരണം, 3000 താഴെ വരണം, × 100 ചെയ്താൽ മതി. ഇത്രയേ ഉള്ളൂ, കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത നോക്കിയേ. അടുത്ത നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറും സി എന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കും ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കുമാണ്. അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ്. അപ്പൊ നമുക്ക് നോക്കാം, ഡയറക്ഷൻ വരയ്ക്കാം. ഡയറക്ഷൻ ഈ ഡയറക്ഷനിൽ മുകളിൽ വരുന്ന ഭാഗം എപ്പോഴും നോർത്ത് ആയിരിക്കും, വടക്കായിരിക്കും. കേട്ടല്ലോ? താഴെ വരുന്ന ഭാഗം എപ്പോഴും തെക്കായിരിക്കും, സൗത്ത്. ഇനി നമ്മുടെ വലതേ അടുത്ത് വരുന്നത് എപ്പോഴും കിഴക്കായിരിക്കും, ഈസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇടതേ അടുത്ത് വരുന്നത് എപ്പോഴും വെസ്റ്റ് ആയിരിക്കും, പടിഞ്ഞാറായിരിക്കും, വെസ്റ്റ്. ഓക്കെ ആണല്ലോ? ഓക്കെ, വെസ്റ്റ് ആയിരിക്കും, ഇത്രയായിരിക്കും. അപ്പോൾ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഓക്കെ, ഇനി എന്ന് പറയുന്നത് എ എന്നത് ബിയിൽ നിന്നും 20 മീറ്റർ പടിഞ്ഞാറാണ്. എ എന്ന് പറയുന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ്. അപ്പൊ നോക്കാം, ഇവിടാണ് എ നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ഇവിടെ എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ, ഇവിടാണ് ബി നിൽക്കുന്നതെന്ന് വിചാരിച്ചോ. ബി നിൽക്കുന്നത് ഇവിടെ. ബിയിൽ നിന്ന് എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറ് ഇതാണ്, വെസ്റ്റ് ആണ്. ഓക്കെ, പടിഞ്ഞാറ് 20 മീറ്റർ പടിഞ്ഞാറാണ്. ഓക്കെ, ഓക്കെ, ബി എന്നത് നോക്കാം. ബിയുടെ എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറ്. അപ്പൊ ഇവിടെയാണ് എ നിൽക്കുന്നത്. 20 മീറ്റർ പടിഞ്ഞാറ്. അതിന്റെ പുറത്തോടെ വരച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടാണ് എ നിൽക്കുന്നത്. ഇവിടെ എ നിൽക്കുന്നത്. ഓക്കെ, 20 മീറ്റർ പടിഞ്ഞാറ്. എ നിൽക്കുന്നത് ബിയിൽ നിന്ന് വരയ്ക്കാൻ കുഴപ്പമില്ല. ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ് എ നിൽക്കുന്നത്. 20 മീറ്റർ പടിഞ്ഞാറ് എ നിൽക്കുന്നത്. ഓക്കെ ആണല്ലോ? ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ് നിൽക്കുന്നത് എ നിൽക്കുന്നത്. എ എന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ്. സി നിൽക്കുന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കുമാണ്. സി നിൽക്കുന്നത് ഇവിടെ ബിയിൽ നിന്ന് 30 മീറ്റർ
30 മീറ്റർ വടക്കാണ്. ഇവിടാണ് സി നിൽക്കുന്നത്. എന്താ ബിയിൽ നിന്ന് എത്ര മീറ്ററാ? 30 മീറ്റർ വടക്ക്. 30 മീറ്റർ വടക്കാണ് നിൽക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 30 മീറ്റർ വടക്കാണ് ആര് നിൽക്കുന്നത്? ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ് എ നിൽക്കുന്നത്. ബിയിൽ നിന്ന് 30 മീറ്റർ, ഇവിടെ ഇങ്ങനെ വരയ്ക്കാം. ബിയിൽ നിന്ന് 30 മീറ്റർ കിഴക്കാണ് ആര് നിൽക്കുന്നത്? വടക്കാണ് ആര് നിൽക്കുന്നത്? സി നിൽക്കുന്നത്. 30 മീറ്റർ നമ്മൾ അങ്ങനെ 30 ആണ്. ഓക്കെ ആണല്ലോ? ബിയിൽ നിന്ന് എ നിൽക്കുന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറും, ഓക്കെ, സി നിൽക്കുന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കുമാണ്. ഓക്കെ. ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കാണ്. സി നിൽക്കുന്ന എവിടാണോ ഇവിടെ നിന്ന് 10 മീറ്റർ കിഴക്കാണ് ആര് നിൽക്കുന്നത്? 10 മീറ്റർ കിഴക്കാണ് സിയിൽ നിന്ന്. ഡി എന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കാണ്. ഡി നിൽക്കുന്നത് സിയിൽ നിന്ന് 10 മീറ്റർ. ഓക്കെ ആണല്ലോ? ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറാണ് ആര് നിൽക്കുന്നത്? എ നിൽക്കുന്നത്. ബിയിൽ നിന്ന് 30 മീറ്റർ വടക്കാണ് സി നിൽക്കുന്നത്. സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്കാണ് ഡി നിൽക്കുന്നത്. അപ്പോൾ എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം എത്ര? അപ്പൊ എ ഇതാണ്. എയിൽ നിന്ന് ഡിയിലേക്കുള്ള ഈ ദൂരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എയിൽ നിന്ന് ഡിയിലേക്കുള്ള ഈ ദൂരം എ തൊട്ട് ഡി വരെയുള്ള ഈ അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എയിൽ നിന്ന് ഡി. ഇത് കാര്യമൊന്നുമില്ല. ഈ അകലം 30 അല്ലേ? ഈ അകലം 30 എങ്കിൽ ഈ അകലവും എത്ര തന്നെ ആയിരിക്കും? 30 തന്നെ ആയിരിക്കും. കാര്യം എന്താ? ഈ അകലം 30 ആണ്, ഈ അകലവും 30 ആയിരിക്കും. നോക്കിയേ, ഈ അകലം 10 അല്ലയോ? എങ്കിൽ ഇവിടം തൊട്ടുള്ള ഇവിടം വരെയുള്ള ഈ അകലവും 10 തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇവിടം തൊട്ട് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഈ അകലം ഒരു വലിയൊരു മട്ടത്രികോണം ഞാൻ ഈ വരയ്ക്കുന്നുണ്ട്. ഈ വലിയൊരു മട്ടത്രികോണമാണ് നമുക്ക് കണ്ടുപിടിക്കുന്നുണ്ടോ? ഈ ഒരു മട്ടത്രികോണം ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ? നമുക്ക് ഇവിടെ വേണ്ടത് ഈ അകലം 30 ആണ്, ഇത് 10 ആണ്, ഇത് എത്രയാണ്? 20 ആണ്. ഓക്കെ, നമുക്ക് ഈ അകലമാണ് കണ്ടുപിടിക്കുക. എയിൽ നിന്ന് ഡിയിലേക്കുള്ള ദൂരം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്തായാലും ഒരു മട്ടത്രികോണം, ഒരു മട്ടകോണം കിട്ടി. ഓക്കെ, അപ്പൊ മട്ടത്രികോണത്തിന്റെ ഇവിടം തൊട്ട് ഇവിടെ ഉള്ള നിരം ഇത് 20, ഇത് 10. 20ഉം 10ഉം കൂടെ കൂടുമ്പോൾ പാദം. മനസ്സിലായല്ലോ? പാദം എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താ ഇതിന്റെ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. കർണം മട്ടകോണിനെതിരെയുള്ള വശമാണ് നമുക്ക് കർണം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. അപ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹൈപ്പോട്ടനീസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. മനസ്സിലായില്ലേ? കർണ സമം റൂട്ട് ഓഫ് പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ആണ്. റൂട്ട് ഓഫ് കർണ സമം ഓക്കെ ഹൈപ്പോട്ടനീസ് അല്ലെങ്കിൽ കർണ സമം റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ അല്ലെങ്കിൽ പാദ സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ ആണ്. ഓക്കെ, പാദം എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ ഉള്ള മൊത്തം നീളം. പാദം എന്ന് വെച്ചാൽ എത്ര? 20 + 10 20. ഇവിടെ തൊട്ട് 20ഉം ഇവിടെ 10ഉം മൊത്തത്തിൽ 30 എന്ന് കിട്ടും. 30. ലംബം എന്ന് പറയുന്നത് എത്രയാണ്? ലംബം എന്ന് പറയുന്നത് 30ഉമാണ്. 30. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പാദം എന്ന് പറയുന്നത് ഇവിടെ ഹൈപ്പോട്ടനീസ് കണ്ടുപിടിക്കാം. പാദം എന്ന് വെച്ചാൽ 20 + 10 ഇവിടെ തൊട്ട് ഇവിടെ വരെ 30ന്റെ സ്ക്വയർ പ്ലസ് ലംബം എന്ന് പറയുന്നതും എത്രയാണ്? 30ന്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം. റൂട്ട് ഓഫ് 30ന്റെ സ്ക്വയർ 900 പ്ലസ് 30ന്റെ സ്ക്വയർ 900. 900 കുടുംബത്തിലിട്ട് 1800. റൂട്ട് ഓഫ് 1800. ഈ 1800 പെർഫെക്റ്റ് റൂട്ട് ഇല്ല. നമുക്ക് 1800 നമുക്ക് എന്താ എഴുതാം? 900 ഗുണം 2 എന്ന് എഴുതാം. 900 ഗുണം 2. 900 ഗുണം 2 ഇടുക 1800. 900 റൂട്ട് എത്ര? 30 ആണ്. 30. 900 റൂട്ട് എത്ര? 30. ഇനി 2ന് റൂട്ട് എടുക്കാൻ പറ്റത്തില്ല. റൂട്ടിനകത്ത് 2 റൂട്ട് 30 റൂട്ട് 2 ആണ് ഇതിന്റെ ആൻസർ. ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ 30 റൂട്ട് 2. 30 റൂട്ട് 2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? എ നിൽക്കുന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ അകലെയാണ്. സി നിൽക്കുന്നത് ബിയിൽ നിന്ന് 20 മീറ്റർ പടിഞ്ഞാറ്. സി നിൽക്കുന്നത് ബിയിൽ നിന്ന് 30 മീറ്റർ വടക്ക്. ഡി നിൽക്കുന്നത് സിയിൽ നിന്ന് 10 മീറ്റർ കിഴക്ക്. എങ്കിൽ എ തൊട്ട് ഡി വരെയുള്ള ഈ അകലം കണ്ടുപിടിക്കണം. അപ്പം ഇത് 30 ആണ്, ഇത് 30. ഇത് 10 ആണ്, ഇത് 10. ഇവിടെ വരെ 10, ഇത് 20. 20ഉം 10 കൂടുമ്പോൾ 30. ഇത് 30. അപ്പൊ എന്താ? ഒരു മട്ടത്രികോണം കിട്ടി. ഇത് പാദം, ഇത് ലംബമാണ്. പാദം സ്ക്വയർ പ്ലസ് ലംബ സ്ക്വയർ. ഹൈപ്പോട്ടനീസ് ഈക്വൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. 30ന്റെ സ്ക്വയർ പ്ലസ് 30ന്റെ സ്ക്വയർ. 30ന്റെ സ്ക്വയർ 900. 30ന്റെ സ്ക്വയർ 900 കൂടുമ്പോൾ 1800. 1800 എന്ന് പറയുന്നത് 900ന്റെ ഇരട്ടിയാണ്. അപ്പോൾ 1800 പെർഫെക്റ്റ് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് 900 ഗുണം 2 എഴുതി. 900ന്റെ റൂട്ട് 30. 2ന് റൂട്ട് എടുക്കാൻ പറ്റുന്ന റൂട്ടിനകത്തോട്ട് 30 റൂട്ട് 2 ആണ് ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. 30 റൂട്ട് 2. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഇവിടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്കിവിടെ നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് നമ്മുടെ ഈ ഇപ്പോൾ ഡിഗ്രി ലെവലിന് വേണ്ടി ഡിഗ്രി ലെവൽ പരീക്ഷ
മെയിൻസ് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി നമ്മളൊരു ബ്രഹ്മാസ്ത്ര 2.0 എന്ന് പറയുന്ന ഒരു GK വേണ്ടി മാത്രം GK മാത്രമുള്ള ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷനകത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എത്രയാണ്? 299 രൂപയാണ് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. 299 രൂപ GK മാത്രമേ ഉള്ളതിനകത്ത്. ഓക്കെ, അത് എന്ന് തുടങ്ങുന്ന വെച്ചാൽ ഓഗസ്റ്റ് 6-ാം തീയതിയാണ് തുടങ്ങുന്നത്. ഓഗസ്റ്റ് 6-ാം തീയതി ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. എത്ര മണിക്കെന്ന് വെച്ചാൽ 12 PM ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും. ഓഗസ്റ്റ് 6-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇപ്പൊ പരീക്ഷ ഉടനെ മെയിൻ എക്സാം വരും. അതിനകത്ത് GK മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ ബ്രഹ്മാസ്ത്ര 2.0 ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ഇനി ഞാനിപ്പോ നിങ്ങളോട് പറഞ്ഞ കാര്യം ഈ ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എല്ലാം PDF കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് കയറുമ്പോൾ നമുക്ക് കണ്ട ഇതേപോലെ ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞൊരു ഇത് കാണും. ആ ഫ്രീ കോഴ്സിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഫോട്ടോ ഇതേപോലെ വരും. അപ്പോൾ എൻ്റെ ഓരോ അധ്യാപകരുടെ ക്ലാസ്സുകളുടെ എല്ലാം വരും. അപ്പോൾ ഏത് അധ്യാപകന്റെ ക്ലാസ് ആണോ, നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ക്ലാസ് ആണെങ്കിൽ എൻ്റെ ഫോട്ടോസ് ഇതേപോലെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അത് ഇതേപോലെ ഡൗൺലോഡ് ചെയ്തെടുത്താൽ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ PDF നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ, നമ്മുടെ ആപ്ലിക്കേഷനകത്താണ് അത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നമ്മൾ പഠിപ്പിക്കുന്നതിനകത്ത് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. കൂടുതൽ മാറ്റങ്ങൾ വരുത്തുണ്ടെങ്കിൽ പറയാം. ഇനി ഈ കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്നും അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കുകൾ കൂടുതൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നും എന്ത് വേണമെങ്കിലും നിങ്ങൾക്കത് പറയാം. നിങ്ങൾക്ക് എന്തും കമന്റ് ആയിട്ട് ചെയ്യാം. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ഓരോ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ടത് പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സായി വീണ്ടും കാണാം. Okay, bye.